എന്റെ സ്വഭാവം കൊണ്ടാണോ എന്റെ കുടുംബജീവിതം തകരുന്നത്? എന്റെ സ്വഭാവം കൊണ്ടാണോ എന്റെ മക്കൾ കേടുവരുന്നത്? എന്റെ പെരുമാറ്റം കൊണ്ടാണോ എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നു പോകുന്നത്? എന്റെ പെരുമാറ്റം കൊണ്ടാണോ എന്റെ ഭാര്യയുടെ ഉമ്മ ഇപ്പൊ ഈ വീട്ടിൽ വരാത്തത് എന്നൊക്കെ ആരാ ചിന്തിക്കേണ്ടത്? നമ്മളാ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല. ശരി, നമ്മുടെ മനസ്സ് നമ്മൾ ഉപദേശിച്ചാൽ നമ്മൾ നന്നാവും. അതിന് ആദ്യം വേണ്ട എന്താണ്? നമ്മളെ പിടിച്ച മുയലിനെ കൊമ്പ് മൂന്നെന്ന് വാദിക്കാതിരുന്നാൽ മതി. എനിക്ക് തെറ്റുപറ്റാം, ഞങ്ങൾ തെറ്റുപറ്റുന്നവരാണ്, അങ്ങനെയാണല്ലോ. കുല്ലു ബനി ആദം ഖതാഊൻ. ആ ഹദീസ് എന്താ പറയുന്നത്? ആദം സന്തതികൾക്കൊക്കെ തെറ്റുപറ്റും. തെറ്റുപറ്റിയായി തിരുത്തുന്നവരാണ് ആര്? യഥാർത്ഥ വിശ്വാസികള്. വലം യുസിറു അലാമാ ഫഅലു വഹും യഅലമൂൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 135-ാമത്തെ വചനമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഒന്നുകൂടി ഓർക്കുക. നിങ്ങൾ പിന്നെ ഇവിടെ ഇരിക്കുകയാണ്, കുറേ കസേരയുണ്ട്, ഇവിടെ സ്റ്റേജ് ഉണ്ട്, ഇവിടെ മൈക്ക് ഉണ്ട്, ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്, ആള് വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കേട്ടോ. ഞാൻ അവതരിപ്പിക്കുന്ന ആയത്ത് അത് കേൾക്കുക, ഹദീസ് അത് കേൾക്കുക, സംഭവം അത് കേൾക്കുക. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് സദസ്സിൽ നമ്മൾ പോകുന്നുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ എടുക്കണില്ലേ നമ്മൾ. നബിയെ തൊള്ളോണ്ട് പറഞ്ഞതാ, അല്ല പറയുന്ന ഖുർആനിൽ. അതായത് ഒരു പറ്റം ആളുകൾ വന്നിട്ട് പറഞ്ഞു, കാലത്തിൽ അറാബു ആമന്ന കുല്ലൻ തുക്മിനു വലാകിൻ ഖുലു അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. 49-ാം അധ്യായം 14-ാമത്തെ വചന. അറാബികൾ വന്നിട്ട് പറഞ്ഞു, എന്താണ്? ഞങ്ങൾ മുസ്ലിം മുഅ്മിനുകളായിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഹൃദയത്തിലുള്ള അറിയില്ലല്ലോ. അപ്പൊ അള്ളാഹ് വഹി ഇറക്കാണ്, നബിയെ നുണയാണ്, ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. അപ്പൊ ഈമാൻ കിടക്കേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. നന്നാകേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ പറയുന്നത്? തീർച്ചയായും നിങ്ങളെ പാപക്കറകൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയം കറുത്തുപോയിരിക്കുന്നു. പാപക്കറകൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയം എന്തായിട്ടുണ്ട്? കറുത്തുപോയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും റബ്ബിനുമിടയിൽ ഒരു മറയിടപ്പെടും. നിങ്ങൾക്കും റബ്ബിനുമിടയിൽ ഒരു മറയിടപ്പെടും എന്ന് അല്ലാഹു പറയാണ്. അപ്പൊ പാപക്കറകൾ ചെയ്ത് കേടുവന്നു പോകുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കണം. നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ എന്തുണ്ട്? പാപക്കറകൾ വരും. അതുകൊണ്ട് ഹൃദയത്തിൽ എടുക്കണം നിങ്ങൾ ഞാൻ പറയുന്ന ഇനിയുള്ള വാചകങ്ങൾ. അതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. 83-ാം അധ്യായം 14-15 വാചകമാണ് ഉദ്ധരിച്ച്. ഇതെല്ലാം പിന്നീട് നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോൾ ഈ ആയത്തൊക്കെ എഴുതിയെടുത്ത് ഒരുപാട് ഉപകാരപ്പെടും. പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ നമുക്ക് അവസരം ഉണ്ടാവും. നമുക്ക് കുറെ സമയം എടുത്തിട്ട് വേണം ഇതൊക്കെ ഒന്ന് മനപ്പാടാക്കാനും പഠിക്കാനും ഒക്കെ. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക. നബി എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുക. എന്നിട്ട് നബി എന്താ പറഞ്ഞേ? ഇതിൽ ഏതെങ്കിലും 4 ഏതെങ്കിലും നോക്കിക്കൊള്ളിന്നാണോ? എന്താണ് നമുക്ക് പറ്റിയ തെറ്റെന്ന് ഞാൻ പറയാം. അത് പഠിച്ചാൽ തന്നെ ഇനി അങ്ങോട്ടെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ വരാനിരിക്കുന്നല്ലോ. ഒരു ഉമ്മ മരിച്ചിട്ട് ഒരു മകൻ പറഞ്ഞു കൂട്ടിയ വാചകങ്ങളെ കുറിച്ചാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരു യുക്തിവാദിയായ മകൻ ഉമ്മാനെ പറ്റി പറഞ്ഞ വാചകങ്ങൾ കൊണ്ടാണല്ലോ ഒരു ഉമ്മയെ കുറിച്ച് മകന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലങ്ങളെ കുറിച്ചാണല്ലോ അവന്റെ വാചകങ്ങൾ പോലും. കാമം കലർന്ന വാചകങ്ങളാണല്ലോ ഉമ്മാനെ കുറിച്ച് പോലും ഒരു മകനെ കുറിക്കുന്നത്. അങ്ങനത്തെ ഒരു മകന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ തുടക്കം നന്നാകണം എന്നാണ് ഞാൻ പറയുന്നത്. തുടക്കം നന്നാകാഞ്ഞാലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തുണ്ട് എന്ന് ഈ പരാമർശത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 4 കാര്യങ്ങളാണ്. അതില് മതം നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് നബി അരക്കെട്ടുറപ്പിക്കാട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകം തട്ടിക്കളയരുത് സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിന്റെ കൈ മണ്ണിൽ പിറലേണ്ടി വന്നാലും ദീനുള്ള ഒരു പെണ്ണിനെ നീ തിരഞ്ഞെടുത്തു. കാരണം അല്ലുമ്മ മദ്രസത്തിനാണ്. നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ ഒരു പാഠശാലയാണ്. നിന്റെ ബീജത്തിൽ ജനിക്കുന്ന മക്കളുടെ പാഠശാലയാകണം. അതിന് എന്ത് വേണം? ചുണ്ടില് കട്ടിക്ക് ചായം തേച്ച് ടീഷർട്ട് ഇട്ട ബസ് കയറിയ പെണ്ണില്ലേ, ഓളപ്പോലൊക്കെ എല്ലാം ഉന്തിപ്പിടിച്ച് കയറുന്ന ഒരു മോളാണ് നമ്മുടെ മോളെങ്കിൽ, അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് നമ്മൾ കെട്ടുന്നതെങ്കിൽ ആസുര ജന്മങ്ങൾക്കല്ലാതെ വളർച്ച നൽകുമോ? ആസുര ജന്മങ്ങൾ ആസുര വിത്തുകൾക്കല്ലാതെ ജന്മം നൽകുമോ? നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ മക്കളുടെ വേഷം കണ്ടാൽ അറിയാം ആ വീട്ടിലെ ബാപ്പ വളരെ മോശമാണ്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ വളരെ ഗൗരവം. ആ ബാപ്പ ഒന്നിനും പറ്റാത്തൊരുത്തനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മൗലവി? ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടോ? അങ്ങനെ ചെയ്തോളി.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടികളുണ്ടാവുക. നിങ്ങളെ കുട്ടികൾ ഒരുത്തന്റെ ജീവൻ കൊടുക്കും. നിങ്ങളെ മക്കള് സത്യത്തിൽ മുസ്ലിം സമുദായത്തിലാണല്ലോ ഈ ബ്ലോഗർമാരും യൂട്യൂബർമാരും പെണ്ണുങ്ങളും നിരങ്ങുന്നത്. അത് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, അവിടെ ആണുങ്ങളെ, ആ കുടുംബത്തിൽ തന്നെ ആണുങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ എന്നെ കുമ്പായിട്ടുണ്ടാവും, മക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓനാണെന്ന് പറയാൻ ആ കുടുംബത്തിൽ മൊത്തം ആണുങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കാരണം ആണെന്ന ബോധം ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചിട്ട് കണ്ണ് പൊട്ടിച്ചു കളയുന്നു അങ്ങനത്തെ ചില പെണ്ണുങ്ങളെ. ഏത് വീട്ടുകാർ കൈകാര്യം ചെയ്യുന്ന ആ മോളെ. ഇന്നതില്ല. ഇന്ന് മക്കളുടെ മേൽ ബാപ്പാർക്ക് നിയന്ത്രണമില്ല, ഉമ്മാർക്ക് ആർക്കും ആരുമേലും ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിയമം ഉണ്ട്. നിങ്ങൾ നാട്ടുകാരോട് വെച്ചൊക്കെ എന്തിനാ നിയമം? നിയന്ത്രണത്തിനാ. കുടുംബത്തിലോ അത് പറ്റില്ല. ഏത് സ്കൂളിൽ നിയമം ഉണ്ടാവും, വിദ്യാഭ്യാസ മന്ത്രിക്ക് നിയമം ഉണ്ടാവും, മുഖ്യമന്ത്രി നിയമം ഉണ്ടാവും. ഓ നിയമം ലംഘിച്ചിട്ടാന്ന് പറയും. അതേ ആളുകൾ പറയുന്നത് എന്ത് ബാപ്പാന്റെ നിയമം, എന്ത് ഉമ്മാന്റെ. ഏത് വിദ്യാഭ്യാസ മന്ത്രി പറയും നിയമം പാലിക്കാനുള്ളതാണ്. അതേ വിദ്യാഭ്യാസ മന്ത്രി പാഠ്യപദ്ധതിയിലെ ഇതും ബാപ്പാൻ അനുസരിക്കേണ്ടല്ലേ, ഇത് മൈ ബോഡി മൈ ചോയ്സ്, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആരായിരിക്കും? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും. ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരു ഭാഗത്ത് രാജ്യത്തിന്റെ നിയമം പാലിക്കണം, മറുഭാഗത്ത് ബാപ്പാന്റെ നിയമം പാലിക്കണം. ബാപ്പാന്റെ നിയമം പാലിച്ച കാലത്താ ലോകം നന്നായത്. ബാപ്പ വെച്ച നിയമം പാലിച്ച മക്കളാ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നൽകി. നല്ല അച്ഛനമ്മമാരുടെ മക്കളാണ് ലോകത്ത് എന്തെങ്കിലുമൊക്കെ നന്മണ്ടാക്കി. നേരെ മറിച്ച് നിങ്ങൾ വിചാരിക്കണ്ടോ, ഇന്ന് നമ്മളിപ്പോ ഈ ഇരിക്കണം നമ്മളിൽ പോലും, നമ്മുടെ മക്കളിൽ പോലും ഒരു നെഹ്റു, ഒരു ഗാന്ധിജി, ഇതൊക്കെ പേര് പറയുന്നത് നെഹ്റു ഗാന്ധിജി ആകാനല്ല. ആ വ്യക്തിത്വങ്ങൾ, അവരുടെ കഴിവ്, അറിവ്, യോഗ്യത ഒക്കെ ഉള്ളൊരു മക്കൾ ഇനി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ടോ? മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ടോ? മൗലാന അബുൽ കലാം. കാരണം അവരുടെ ഉമ്മ അത്രയും ബോൾഡായി. ഞാൻ ഈ പേര് പറഞ്ഞ ആളുകളുടെ ഒക്കെ അമ്മമാരെടുത്തോ, ഗാന്ധിജിന്റെ അമ്മനെ എടുത്തോ. ഗാന്ധിജിക്ക് 9 വയസ്സുള്ളപ്പോ ആ അമ്മ ഒരു ഉപദേശം നൽകി ഗാന്ധിജിക്ക്. ആ ഉപദേശമാണ് ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിനെ വെളുത്ത വർഗക്കാരൻ പിടിച്ചുന്തി 3 മണിക്ക് രാത്രി പീസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഗാന്ധിജി എടുത്ത തീരുമാനം 9ാമത്തെ വയസ്സിൽ ഗാന്ധിജിയെ അമ്മ നിർദ്ദേശിച്ചൊരു ഉപദേശമായിരുന്നു. ഇന്ന് മക്കൾക്ക് ഓർക്കാൻ ഉമ്മമാർക്ക് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? മക്കൾ സ്വീകരിക്കുവോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എന്തായിരുന്നു ആ ഉപദേശം? മോനെ, നീ നിനക്ക് വേണ്ടി ജീവിക്കുമെങ്കിൽ ജീവിതം ഒന്നും അറിയില്ല. മോനെ, അപരന്റെ നന്മകൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുമ്പോഴാണ് മോനെ നീ ജീവിച്ചു എന്ന് പറയാൻ ഗാന്ധിജി പറയുന്നുണ്ട്. ഈ ഉപദേശം എന്റെ കൽബകത്തെ ഞാൻ രൂപപ്പെടുത്തിയെടുത്തു. എന്റെ അമ്മ പ്രണാമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ 3 മതങ്ങളും സംഗമിക്കുന്ന ഒരു ഭജനം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ആത്മീയ കേന്ദ്രമായിരുന്നു അത്. അതിലായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ. ആ അമ്മ നൽകിയ ഉപദേശമാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ രൂപപ്പെടുത്തിയത് വിധവയായ അദ്ദേഹത്തിന്റെ ഉമ്മ. നേരത്തെ ബാപ്പ മരിച്ചു. എന്നിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്, ആ ഉമ്മാനെ പോലത്തെ, ഭീമനെ പോലെ ഒരു ഉമ്മയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഇന്നത് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഉമ്മ ടീഷർട്ട് ആട്ടത്, ഉമ്മ ടൈറ്റ് ജീൻസ് ആട്ട്. ഉമ്മാന്റെ ജീൻസ് തുടമല് കീറിയിട്ടുണ്ട്, കാലിന്റെ മുട്ടുമ കീറിയിട്ടുണ്ട്, ബാക്കിൽ കീറിയിട്ടുണ്ട്. അത് ആ കീറലിൽ കൂടിയാണ് മുല വരെ കൊടുക്കുന്നത്. പിന്നെന്ത് ചെയ്യും? ഞാൻ എന്റെ പേഴ്സണൽ ചിന്ത അനുസരിച്ച് ഒറ്റടിക്ക് പടയ്ക്കാൻ പോലും സമയം കിട്ടരുത്. പല്ലിനെ കൊല്ലുന്ന മാതിരി കൊന്നാളോ ബാപ്പ. പിന്നെ ഈ ജീൻസ് വാങ്ങി കൊടുത്ത മുമ്പരനല്ലേ ആണ്? ഉമ്മാന്റെ ബാപ്പനെയും കൂടെ പോയിട്ട് തന്നെയല്ലേ അത് വാങ്ങി? ആണ്. നീ ആണല്ലടോ സ്വന്തം മോളെ വൃത്തികെട്ട നോട്ടം നോക്കാൻ അന്യ പുരുഷന്മാർക്ക് വേഷം ധരിപ്പിച്ച് തെരുവിലിറക്കിയ നീ ആണല്ലടോ. നീ ആണല്ല. അപ്പോഴേ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ നോക്കിക്കലോ മേലൊക്കെ ഞാൻ ബാപ്പനല്ലേ എന്ന്. താടിയൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാണോ? ഇന്ന് പൊരേ പോയാൽ നിങ്ങൾക്ക് കത്തിക്കാൻ ഒരുപാട് നിങ്ങളെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാവും. ആൺകുട്ടികളുടെ അത്ര ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് തരാം. നിങ്ങളെ പെൺകുട്ടിയുടെ ഡ്രസ്സ് നിങ്ങൾ മനുഷ്യത്വത്തോട് ചിന്തിക്കാൻ കത്തിക്കാനുള്ളതേ ഉണ്ടാവും. പിന്നോക്കിടാനുള്ളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇട്ട ഡ്രസ്സായിരിക്കുമല്ലോ കോളേജ് പോകുമ്പോൾ നിങ്ങളെ മക്കൾ ഇവിടെ ഇരിക്കുന്നവർ ഇടുക. അപ്പം നാട് നന്നാക്കാൻ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് നന്നാക്കണം. അതിനാണ് ഞാൻ പറയുന്നത്, ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക. സമ്മതിച്ചോ? ഹദീസ് സമ്മതിച്ചോ? ഇനി എന്റെ ചോദ്യം, എന്താണ് ദീൻ? നബി എന്താ പറഞ്ഞേ? സൗന്ദര്യമുള്ള പെണ്ണ് നബി എതിർത്തില്ല. കുടുംബ മഹിമയുള്ള പെണ്ണ് നബി എതിർത്തില്ല. സമ്പത്തുള്ള പെണ്ണ് നബി എതിർത്തില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മതനിഷ്ഠയുള്ള പുരുഷൻ ഫൻകിഹു അയാമ മിൻകും വസ്വാലിഹീൻ. വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം 32-ാമത്തെ വചനം. നിങ്ങൾ നിക്കാഹ് കഴിപ്പിക്കണം. ആരെ? സ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും. സ്വാലിഹീങ്ങളെ. മകനും സാലിയാണ്, മകളും സാലിയാണ്.
കല്യാണം കഴിയുന്ന ചെക്കനും നന്നാവണം, കൂട്ടിക്കൊണ്ടുവരുന്ന പെണ്ണും നന്നാവണം. അള്ളാഹ് പറയാണ് ഖുർആനിൽ, അവരെ കൊണ്ടാണ് നിങ്ങൾ നിക്കാഹ് കഴിപ്പിക്കേണ്ടത്. ഇത് നമ്മൾ പാലിച്ചോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇല്ല എന്നുള്ളതാണ് സത്യം. ദീനിനെ മുൻനിർത്തി. കാരണം എന്താ? നിങ്ങൾക്ക് പ്ലാനിങ് വേണം. നിങ്ങളൊരു കട തുടങ്ങുമ്പോൾ നിങ്ങളെന്ത് നോക്കൂ? അവിടെ കച്ചവടം നടക്കുമെന്ന് നോക്കൂ. ആ കടക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കൂ. ആ കടയിൽ ഏത് കച്ചവടം വേണം നോക്കൂ. കാരണം ഭാവിയാണ്. നിങ്ങളൊരു കൃഷിയിടത്തിൽ വിത്ത് ഇറക്കുമ്പോൾ അവിടെ വിത്ത് ഇട്ടാൽ മുളയ്ക്കോ? അവിടെ വളരുമോ? ആ കൃഷിക്ക് അനുകൂലമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ടില്ല. പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്റെ മകൻ, അവന്റെ മകൻ, എനിക്ക് അഡ്രസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിന്റെ പേരും കൂടി അത്. ആ മകൻ നന്നാകണോ? ആ മകൻ ഉണ്ടാകണം. ഞാൻ വിത്തിറക്കുന്ന ഇടം നന്നാകണം. അത് സ്ത്രീയാണ്. ഒരു സംശയമുണ്ട്. സ്ത്രീകൾ നന്നായ ലോകം നന്നാവും. സ്ത്രീകൾ കേടുന്ന ലോകം കേടുവരും. സ്ത്രീ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഒരു മകൾ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ, നിങ്ങളുടെ ഒരു മകൾ, നിങ്ങളുടെ മകളുടെ മാറിടത്തിൽ ഒരുത്തൻ കൈമുട്ടുകൊണ്ട് ഇങ്ങനെ ആക്കണ്, ഓള് ചിരിച്ചിങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിക്കുവോ? വല്ലാഹിയ ബസ്സിലുണ്ടായിരുന്നു ഓളെ കണ്ണം പൊട്ടിച്ച് കളയുന്നു. ജയിലിൽ പോയാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പെണ്ണിന്റെ മാറിടത്തിൽ ഇനി ഒരു ആണിങ്ങനെ തോണ്ടിയിരിക്കും. ഒരു ബാഡ് ടച്ച് 1/2 സെക്കൻഡ് കൊണ്ട് മനസ്സിലാവും അത് ബാഡ് ടച്ച് ആണ്. ഉറപ്പിച്ചോ? ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു ബാഡ് ടച്ച് ആണതെങ്കിൽ ഒരു ഇങ്ങനെ ഒരൊറ്റ കുത്ത് ഒരു പുരുഷന്റെ കുത്തിട്ടിയാൽ ഓക്കറിയാം അത് വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ അയാൾ അറിയാണ്ട് പിറകോട്ട് വന്ന ആ കുത്ത് കണ്ട ഓക്കറിയാം. നേരെ മറിച്ച് ആ മിനിസറിലെ ടച്ചിങ് കണ്ട ഓക്ക് മനസ്സിലാവും ഇത് സൂക്കേട് വേറാണ്. എന്നിട്ട് ഓൾ എന്ത് ചെയ്യാണ്? അപ്പുറത്ത് സൂക്കേട് കാണിച്ചിട്ട് ഇപ്പുറത്ത് ഇത് കാണിക്കാൻ വേണ്ടി ഓള് നിന്ന് കൊടുക്കുക. ഈ അവിടെ എടുത്ത് എന്റെ അടുത്ത് എടുക്കുക, എനിക്കൊന്ന് റീച്ച് ആണോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ കുട്ടിയുടെ ഹൃദയത്തെ ഒന്ന് മുന്നിൽ കാണും. ആ ഹൃദയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിചാരിക്കും. ശരിക്കും ഒരു ബാഡ് ടച്ചിങ് നടത്തിയാൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്താ പറയുക? ഒരു തെറ്റ് കണ്ടാൽ എന്നാണ് പ്രയോഗം. കണ്ടാ അവിടെ വെച്ച് തടുക്കണം. ഒരു പെണ്ണിനൊരാണ് പിടിച്ചാൽ ഓക്കൊന്ന് തല്ലിയാൽ പോലും ഇവിടെ ആരും ഓളെ എതിർക്കില്ല. ആരും ഓളെ എതിർക്കൂല സാധാരണഗതിയിൽ. നേരെ മറിച്ച് ഓരെല്ലാം കഴിഞ്ഞ് വീഡിയോ പകർത്തി പുരേ പോയിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്തിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം കല്യാണത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കല്യാണം എന്താണ്? ഒരു സമൂഹത്തെ നിലനിർത്തുന്ന ബോൾഡായ ഒരു കെട്ടിടം ഉണ്ടാക്കണം. അതിന്റെ ഫൗണ്ടേഷൻ തുടങ്ങുകയാണ്. അപ്പൊ ചിന്തിക്കണം, ഞാൻ തിരഞ്ഞെടുക്കുന്ന പെണ്ണിന്റെ യോഗ്യത എന്താണ്? ഞാൻ തിരഞ്ഞെടുക്കുന്ന പുരുഷന്റെ യോഗ്യത എന്താണ്? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയുന്നു, ഫദ്ഫർ ബിദാത്തി ദീൻ എന്നത് എന്താണ്? ദീൻ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പൊ ദീൻ എന്താണ്? ദീനുള്ള പെണ്ണിനെ കെട്ടിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ദീൻ എന്താണ്? അതെങ്ങനെ പഠിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. അഭീഷ്ടമനുസരിച്ച് മുത്തുനബി സംസാരിക്കാറില്ല. നബിയുടെ സംസാരങ്ങൾ അത്രയും വഹി അനുസരിച്ചാണ്. ആ വഹിയുള്ള തിരുദൂതർ പറയാണ്, ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചോ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി ഒരാൾ ചോദിക്കൂലേ, എന്താ ദീൻ? സൂറത്ത് ബയ്യിന, ശരിക്കും കേട്ടോളൂ, സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനം, സൂറത്ത് ബയ്യിനയിലെ 5-ാമത്തെ വചനം എന്താണ് ദീൻ എന്ന് പറയാണ്. അപ്പൊ ഒരു ഭാഗത്ത് ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു, ദീനുള്ള പുരുഷനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു, മറുഭാഗത്ത് ദീൻ എന്താണെന്നും പറയുന്നു. അപ്പൊ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചൊരു കാര്യം നമ്മൾ ചെയ്താൽ ഖൈറല്ലാതെ ശർ ഒരിക്കലും ഉണ്ടാവില്ല. സഹോദരിമാരെ ശരിക്കും പഠിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദീനുള്ളത്. ഇനി അല്ലാഹ് പറയാണെന്ത്? വമാ ഉമിറു ഇല്ലാ ലിഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാഹ വയൂതുസ്സകാ വദാലിക ദീനുൽ ഖയ്യിം. വദാലിക ദീനുൽ ഖയ്യിം. അതാണ് നേരെ ചൊവ്വായ ദീൻ. ശരി, ഏത്? വമാ ഉമിറു, അവരോട് കൽപ്പിച്ചിട്ടില്ല, ഇല്ലാ ലിഅബ്ദുല്ലാഹ്, അല്ലാഹനെ മുഖ്ലിസായിട്ട് ഇബാദത്ത് ചെയ്യാൻ, നിഷ്കളങ്കമായി റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. ഒന്നുകൂടി ചിന്തിച്ചോ, എന്താ അല്ലാഹ് പറഞ്ഞേ? അവരോട് കൽപ്പിച്ചിട്ടില്ല, റബ്ബിനെ അല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തെയും മിനുസ് വർഗത്തെയും സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. അദ്ദാരിയാത്ത് 51, 56-ാമത്തെ വചനം. ശരി, ഇനി എന്താണ് ഇബാദത്ത്? അള്ളാഹനെ ഇബാദത്ത് ചെയ്യാനാണ് നിങ്ങളെ എന്നെയൊക്കെ സൃഷ്ടിച്ചത്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചോദ്യം ഉണ്ട്. അപ്പൊ എന്താ ഇബാദത്ത്? നേരത്തെ എന്താ പറഞ്ഞത്? ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന്. അപ്പൊ ദീൻ എന്താ? അള്ളാഹ് പറഞ്ഞ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുണ്ടാവണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെണ്ണ് മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഒരു ബാപ്പാന്റെ മോളാണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യമാണ് പറയുന്നത്.
നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ അള്ളാനെ അതായത് സാമാന്യമായ ഒരു മേഖലയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു പറയാണ്, ആ റിപ്പോർട്ടാണ്, അദ്ദുആഹു വൽ ഇബാദ സുമ്മ ഖറഅ ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ സയദ്ഖുലൂന ജഹന്നം. നോക്കൂ, പ്രാർത്ഥന അല്ലാത്തവരോട് നടത്തുന്നവർ അഹങ്കാരികളാണെന്നും അവർ നരകത്തിലാണെന്നും പറയുന്നു. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, മമ്പർ തങ്ങളെ കാക്കണേ, ഭീമാ ഉമ്മിച്ച രക്ഷിക്കണേ, ഉള്ളാള തങ്ങളെ കാക്കണേ, അജ്മീർ ഹോജ കാക്കണേ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഓളെ ഇസ്ലാമിക വിശ്വാസപ്രകാരം കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ പറയണല്ലോ, എന്നോട് ദേഷ്യം പിടിക്കല്ലേ, ഞാൻ തെളിവാണ് പറഞ്ഞ. എന്ത് പറഞ്ഞു? ബയ്യിനയിലെ 5 എന്റെ വിഷയത്തിന്റെ തെളിവാണ്. ബയ്യിനയിലെ 5 എന്റെ വിഷയത്തിന്റെ തെളിവാണ്. കാരണം ഖുർആൻ ആയത്ത് പഠിപ്പിച്ചിരുന്ന നബിയാണ്. ആ റസൂലുള്ളാഹി പറയാണ്, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. കല്യാണത്തിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, നീ തെരഞ്ഞെടുക്കുന്ന പുരുഷൻ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവനാകണം. അപ്പൊ അതിൽ എന്ത് മനസ്സിലായി? സൃഷ്ടി പൂജ നടത്തുന്ന ആരും ആകാൻ പാടില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവനും ആകാൻ പാടില്ല. ഇസ്ലാമിന്റെ വിശ്വാസമാണ്. അത് ഈ പബ്ലിക്കിൽ പറയാൻ എന്റെ ഭരണഘടന എനിക്ക് മൗലിക അവകാശം തന്നു. ആർട്ടിക്കിൾ 25 ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന 25ന്റെ ആർട്ടിക്കിൾ ഭരണഘടനയിൽ കൃത്യം. അതായത് ഒരു ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു കുടുംബം സ്വർഗത്തിലെത്തണമെങ്കിൽ, അതായത് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് സ്വർഗത്ത് പോവില്ല. അള്ളാന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചവരെ സ്വർഗത്ത് പോകും. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചാൽ സ്വർഗത്ത് പോവില്ല. അള്ളാന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചാലേ സ്വർഗത്ത് പോകും. അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുമ്പോ അള്ളാന്റെ തൃപ്തി കിട്ടും. അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹ് പറയുന്നു, 40-ാം അധ്യായം 60-ാമത്തെ വചനം, സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനം, 51-ാം അധ്യായം 56-ാമത്തെ വചനം. ഈ വചനത്തിൽ പറയുന്നു, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലെ ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് വിവാഹം കഴിക്കാം. ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം തർക്കിച്ച് കാലം കഴിക്കുന്ന ഫാമിലിയിൽ നിന്ന് പോലും കല്യാണം കഴിച്ച് ജീവിതം തൊലയ്ക്കരുത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് മുജാഹിദുകളിൽ വരെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് ധാരണ പെശകുകളുള്ളവരുണ്ട്. അവർ തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ പോലും ചിലപ്പോൾ കിടപ്പറയിൽ തമ്മിൽ തെറ്റും. കാരണം കുട്ടി വിശ്വത്തിലും മറ്റൊരു കേനമിലാവുമ്പോൾ പോലും ഈ പറഞ്ഞ തെസ്കുനും ഇലേഹ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ പറയുന്നതിനറിയോ, ഞാൻ ജനങ്ങളുടെ ഇഷ്ടത്തിനപ്പുറത്ത് ഈ വിഷയത്തിൽ സത്യസന്ധമായി എന്ത് പറയണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിപ്പോയിണ്ടാണ്. നിങ്ങൾക്ക് സംതൃപ്തിയുള്ള ഒരു ആദർശത്തിന്റെ കൂടെ ജീവിക്കുമ്പോഴാണ് ഒരു യുക്തിവാദി നല്ല ഭക്തയായ ഒരു മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ച് തമ്മിൽ പൊരുത്തപ്പെടില്ല. കല്യാണം തമ്മിൽ തല്ലാനല്ല, കല്യാണം ലി തസ്കുനു. നിങ്ങൾ ആ പദം നോക്ക്, എന്തിനാ കല്യാണം? അള്ളാഹ് പറയണ ലി തസ്കുനു ഇലൈഹ, അവളിലേക്ക്. ഇപ്പൊ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകാം. പള്ളിയിൽ പോകാന്ന്, ഞാൻ പള്ളിയിൽ വരില്ല. ഇന്ന് മമ്മൂട്ടിന്റെ സിനിമ ഉണ്ട്, നമുക്ക് പോവാം. ഓള് പോരുകയും ചെയ്യുന്നു. നിങ്ങൾ ശരിക്കും നോക്കൂ, നിങ്ങളൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ചിന്ത മാത്രമേ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഭാര്യയെ ഞാൻ പള്ളിയിലേക്ക് ക്ഷണിച്ചാൽ എൻ്റെ കൂടെ വരുന്നവളാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആ വിഷയത്തെ തർക്കല്ല. ഞാൻ പള്ളിയിൽ പോയി ഇരുന്നിട്ട് ഞാൻ നല്ലൊരു ഖുതുബകൾക്ക് എൻ്റെ മനസ്സിലെന്തറിയോ, ഇന്നലെ ഞാനും ഭാര്യയായിട്ട് തെറ്റ് വിഷയത്തിൽ മാഷാ അല്ലാഹ് ഓളിത് കേട്ടിരുന്നെങ്കിൽ ഈ ഖുതുബകൾക്ക് സ്ട്രൈക്ക് ചെയ്യുകയും ഇന്നലെ ഓളിനോട് പെരുമാറിയതിന് ഓളും നിന്നോട് മാപ്പ് പറയുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളാണ് അവൾ, അവിടെ ഈ ഖുതുബ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് കൊതിക്കാത്തൊരു ഭർത്താവ് ഉണ്ടാവും. നിങ്ങൾ ആത്മാർത്ഥമായി മുജാഹിദ് ബാലുശ്ശേരി എന്ന എൻ്റെ പേരും എന്നെയും എൻ്റെ ശൈലിയും ഒക്കെ മറന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഭാര്യ യുക്തിവാദിയും ഭർത്താവ് ഭക്തനായിട്ട് എന്താ കാര്യം? സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് അള്ളാഹ് എന്ത് പറഞ്ഞ് കല്യാണം കഴിക്കുമ്പോൾ ഭദ്രമാവണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഞാനിത് പറയുന്നത് വെറുതെയല്ല. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അതീവ സുന്ദരിയായിരുന്നു, ഉന്നത കുലജാതയായിരുന്നു, ഒരു വിധവയായിരുന്നു. അബൂ തല്ലത്തുൽ അൻസാരി കോടീശ്വരനാണ്, ലക്ഷപ്രഭുവാണ്, സൗന്ദര്യമുള്ളവളാണ്, 50 അമ്പെയ്ത്തുകാരിൽ പ്രസിദ്ധനായ മനുഷ്യനാണ്, അങ്ങേയറ്റത്തെ മഹിമയുള്ള ആളാണ്. അദ്ദേഹം വന്നിട്ട് ഉമ്മു സുലൈമിനെ വിവാഹം ആലോചിച്ചിട്ട് അവര് പറഞ്ഞു, എനിക്ക് പറ്റില്ല, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ എന്താ, എന്നേക്കാൾ കൂടുതൽ വെള്ളിയും സ്വർണവും നിനക്ക് ആരെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ശരിക്കും പ്രസംഗത്തിനൊക്കെ അപ്പുറത്ത് ചിന്തിക്കേണ്ട കുറച്ച് പോയിന്റുകളെ കുറിച്ച്, പച്ചയായ ചില ചരിത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചോദിക്കണേ, എന്നേക്കാൾ കൂടുതൽ മഹർ നിനക്ക് വേറെ ആരെങ്കിലും തരുമെന്ന് പറഞ്ഞിരുന്നോ? ചോദ്യമാണ്. അതൊന്നുമല്ല, നിങ്ങൾ ഞാനും പൊരുത്തപ്പെടില്ല ദാമ്പത്യത്തിൽ. കാരണം നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ തൗഹീദുള്ള പെണ്ണാണ്. എന്റെ തൗഹീദിനോട് നിങ്ങളുടെ ശിർക്ക്. ഞാൻ ഇതെന്തിനു പറയുന്നു? ഇസ്ലാം ഇതാണ്, ഞാൻ ഈ പറയുന്നതാണ് ഇസ്ലാം. ഈ വിഷയത്തിൽ ഞാൻ ഈ പറയുന്നതാണ് ശരി. അവിടെയാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ധനാഢ്യനാണ്, എനിക്കറിയാം,
നിങ്ങൾ സുന്ദരനാണ്, എനിക്കറിയാം. നിങ്ങൾ അമ്പെയ്ത്തുകാരനാണ്, എനിക്കറിയാം. തലച്ചോറില്ല നിങ്ങൾക്ക്, പെരിച്ചായി തിന്നുക. ഇതിൽ എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ബുദ്ധിയില്ല, ഞാൻ ബുദ്ധിയുള്ള പെണ്ണാണ്, നിങ്ങൾക്ക് ബുദ്ധിയില്ല. ഇന്നത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ നിങ്ങൾ നോക്ക്, നിങ്ങൾ എവിടെ യാത്ര ചെയ്ത്, ഞാനൊക്കെ 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ആളാണ്. തിരൂർ ഒരുപാട് തവണ ഇറങ്ങിയ ആളാണ്, കോഴിക്കോട് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ആളാണ്. അതിലൊക്കെ പോകുന്ന പെൺകുട്ടികളും അതീവ സുന്ദരിയായ പെൺകുട്ടി. മറ്റോൻ കുളിച്ചിട്ടുണ്ടാവില്ല, പല്ല് വെച്ചിട്ടുണ്ടാവില്ല, ഓൻ്റെ മുടി ജീവിതത്തിൽ വെട്ടിയിട്ടുണ്ടാവില്ല, കൊതുമ്പിലെലീൻ്റെ മൈ ഇങ്ങനെ ആയിരിക്കും ഓൻ്റെ കോലം. എന്നാലും ഈ സുന്ദരിക്ക് ഓനെ ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാ? മൂല്യമേ വിഷയമല്ല, മൂല്യം വിഷയമല്ല. ഓന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒക്കെ നല്ല പെൺകുട്ടികൾ എന്നിട്ട് ഒരുത്തനെ പ്രേമിക്കാൻ തുടങ്ങി ആദ്യം ചോദിക്കും പല്ലിയേക്കോന്ന് ഉണ്ട് നിറഞ്ഞോളൂ, എന്നെ പറ്റൂലെന്ന്. പല്ലിയേക്കാത്ത ഒരുത്തനെ കിട്ടണം. സത്യമായിട്ട് കാഷ്ടിച്ച കഴുകാത്തവനെ കിട്ടിയ അത്ര ബെസ്റ്റാ. എന്ത് പറ്റിപ്പോയാണ് നമ്മുടെ പെൺകുട്ടിക്കെന്നൊന്നും എനിക്കറിയില്ല. പലപ്പോഴും അറപ്പും വെറുപ്പും തോന്നുന്ന ജന്മങ്ങളെയാണ് കൂട്ടിനെ കൂടുന്നത്. എന്തോ സംഭവിക്കുന്നു ഈ സമുദായത്തിന്. ഞാൻ വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് പോലും പാളിപ്പോകുന്ന തൻ്റെ ജീവിതത്തിൽ 4 ആളെ മുമ്പിൽ കൊണ്ടുപോയി വ്യക്തിത്വം കൊണ്ട്, സൗന്ദര്യത്തെ കുറിച്ചെല്ലാം പറയുന്നത്, വ്യക്തിത്വം കൊണ്ട്, ക്വാളിറ്റി കൊണ്ട്, ഗുണം കൊണ്ട്, ആദരവ് കൊണ്ട് എടുത്തു പറയാൻ ഒരു പുരുഷനെ സെലക്ട് ചെയ്യാൻ പോലും നമ്മുടെ മക്കൾക്കറിയില്ലല്ലോ. ഉമ്മു സുലൈം അതീവ സുന്ദരനാ വന്നത്, ധനാഢ്യനാ വന്നത്, അറിയപ്പെട്ട ആളാ വന്നത്, അയോധനമുള്ള ആളാ വന്നത്. നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെ മസില് നോക്കുക, മീശ നോക്കുക, ചിലർ മുടി പെരടി വരെ നീട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതി. അതിനപ്പുറത്ത് ജീൻസ് 38, അതെന്തോ ഒരു പുതിയ മാറ്റ. കാലത്തെ ഉൾക്കൊണ്ട മഹാബുദ്ധിജീവി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ തുണി അയച്ചിട്ട് കിടക്കുന്നതെന്ന് വരെ ചിന്തിക്കുന്ന ചിന്തയാണ്. ഒരാൾ തുണി അയച്ചിട്ടാൽ പോലും ആളുകൾ ജീനിയസ് ആയിരിക്കും. നമുക്കത് മനസ്സിലായിട്ടാണ് എന്തോ വലിയ സയന്റിഫിക് തെളിയിച്ചപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു തലമുറയുടെ മൊത്തത്തിലുള്ളൊരവസ്ഥ. പക്ഷെ ഉമ്മു സുലൈം തർക്കിച്ചു പറയുന്നു, നിങ്ങൾ ആരാ? ഒരു മരക്കഷ്ണം എടുത്ത് അതുകൊണ്ടൊരു രൂപം ഉണ്ടാക്കി പൂജാമുറി കൊണ്ടുവച്ച് അതിനെ ആരാധിക്കും. ആ മരത്തിന്റെ ബാക്കി അടുപ്പിൽ കൊണ്ടുപോയി വെച്ചാൽ കത്തിച്ചാമ്പലായി പോകും. അടുപ്പിൽ കൊണ്ടുവച്ചാൽ പാതി കത്തിക്കരിയുന്ന അതിന്റെ പാതി മരം അടുപ്പിൽ വെക്കുമ്പോ അഗ്നിക്ക് കരിച്ചു കളയാൻ കഴിയുന്ന ആ മരത്തെ ആരാധിക്കുന്ന നിങ്ങളെ ബുദ്ധിമതിയായ എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന എത്ര പെൺകുട്ടി നമുക്കുണ്ടാവും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മോളെ ആരെ കൂടെയാ? മോളെ ഏതോ ഒരു ചെക്കന്റെ കൂടെ. ഓനേടാ, ഓനെ ജാതി ഏതാന്ന് പോലും അറിയില്ല, ഓനെ മതം ഏതാന്ന് പോലും അറിയില്ല, ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്നവനാ. ഓന്റെ കൂടെ എന്റെ മോൾ അങ്ങ് പോയി. ഇന്ന് അങ്ങനെയാണ് എല്ലായിടത്തിലും കേൾക്കണത്. എന്താ മോൾ എന്തേ ചിന്തിച്ച്? നിങ്ങൾ ചോദിച്ചോക്കെ ഒരു 10 ക്വാളിറ്റി അവന്റെ എണ്ണി പറയാൻ പറ. ഒരു ക്വാളിറ്റി എണ്ണാൻ കഴിയില്ല നമ്മുടെ പെൺകുട്ടിക്ക് അവർ തെരഞ്ഞെടുത്ത പുരുഷന്റെ. തിരിച്ചു അങ്ങനെ തന്നെ. എത്ര ദുഃഖകരമാണെന്ന് അറിയോ? എന്നിട്ട് ഈ സംഭവം ശരിക്കും പഠിച്ചോളൂ നിങ്ങൾ. ഇത് പഠിച്ചാൽ തന്നെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എളുപ്പമായി. അടുത്ത എന്താ പറയുന്നത്? അപ്പൊ അദ്ദേഹം ഈ വിഷയം കേട്ടു. എന്താ അവൾ വിവാഹം കഴിക്കാത്ത നിങ്ങൾക്ക് ബുദ്ധി ഇല്ലായിട്ടാന്നാ പറയുന്നത്. നിങ്ങൾക്ക് ചിന്താശേഷി കുറവാണ്, എനിക്കൊരല്പം ചിന്ത കൂടുതലുമാണ്. അപ്പൊ നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടില്ല. നിങ്ങളുടെ ചിന്ത സ്ലോ ആണ്, എന്റെ ചിന്ത കുറച്ച് ഫോർവേഡാണ്. ഈ ലോകത്തിനൊരു സിട്ടാവുണ്ട് നാം പറയുന്നത്. അഗ്നിക്ക് കരിച്ചു കളയാൻ പറ്റുന്ന മരത്തെ ആരാധിക്കാൻ എന്റെ ബുദ്ധി അനുവദിക്കുന്നില്ല. അപ്പം മരത്തേക്കാൾ ഫേമസ് അഗ്നിയാണല്ലോ. ഇങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ കുട്ടിക്ക് കഴിയോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെണ്ണിന് ലോകത്ത് പ്രസക്തി ഉണ്ടോ? അങ്ങനെ അദ്ദേഹം രാത്രി ചെന്നു, അദ്ദേഹത്തിന്റെ പൂജാമുറി കയറി ഈ മരം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ആ വിഗ്രഹം മെല്ലെ എടുത്തു കൊണ്ടുവന്നിട്ട് മുറ്റത്തേക്ക് ഇടും. പിന്നെ അദ്ദേഹം തിരിച്ച് ആ വിഗ്രഹത്തെ പേടിച്ചിട്ട് അതിനെടുത്ത് വീണ്ടും പൂജാമുറി കൊണ്ടാക്കും, വീണ്ടും എടുത്തെറിയും. അങ്ങനെ പലതവണ ചെയ്ത് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ആ പോയിന്റ് ഒരു പെണ്ണിനൊരു മനുഷ്യന്റെ ജീവിതത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചു വന്നു. അവർ വിവാഹിതരായി. അവർ രണ്ടുപേരും ജീവിച്ചത് എങ്ങനെ? നിങ്ങൾ പിന്നെ ചരിത്രം പരിശോധിക്കുക. രണ്ടുപേരും സ്വർഗത്തിലാണ്. അവർ രണ്ടുപേരും സ്വർഗാവകാശികളാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കല്യാണം ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് തന്ന വിഷയത്തോട് ഭയങ്കര നീതി പുലർത്താൻ ആഗ്രഹിച്ചിട്ടാട്ടോ ഞാൻ എന്ത് പറയുന്നത്. കുടുംബത്തോടെ സ്വർഗത്ത് പോകണമെങ്കിൽ കുടുംബത്തിന്റെ തുടക്കം നന്നാകണം. തുടക്കം നന്നായില്ലെങ്കിലോ? ഇപ്പൊ ഇസ്മായിൽ നബി, ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്. സൂറത്ത് ബഖറ 132, 133, 131, 132, 133 ഉദാഹരണം പറയുന്നത്. അതിൽ പറയുന്നത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് അല്ലാഹുവിന് സമ്പൂർണ്ണമായി വിധേയപ്പെടാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അല്ലാഹുക്ക് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടു. ആ ഇബ്രാഹിം നബിനെ പറ്റി പിന്നെ 32 പറയുന്നത് അറിയോ? മക്കളോടും ബാപ്പാനെ പോലെ ആകാൻ ബാപ്പ ആവശ്യപ്പെട്ടു. ശരിക്കും ചിന്തിച്ചോളാം.
മക്കളോടും ബാപ്പ എന്തു പറഞ്ഞു? ഈ കീഴ്പ്പെടൽ നിർദ്ദേശിച്ചു. മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ മുസ്ലിം, അദ്ദേഹം അവസാനം പറയുന്ന അവരോട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്, നിങ്ങൾ റബ്ബിന് കീഴ്പ്പെടുന്നവരാകണം. ഇതല്ലാത്ത ഒരുപാട് ദീൻ ഇവിടെ ഉണ്ട്, ഒരുപാട് ദർശനങ്ങൾ ഇവിടെ ഉണ്ട്. ആ ദർശനങ്ങൾക്ക് പകരം വിശിഷ്ടമായി പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത ദീനുൽ ഇസ്ലാം, ഈ ബാപ്പ അനുസരിച്ച ഇസ്ലാം, മക്കളെ നിങ്ങളത് സ്വീകരിക്കില്ലേ? ഞാൻ ചോദിക്കുന്നത്, എത്ര ബാപ്പാരും മക്കളെ ഇങ്ങനെ ഇരുത്തി ചോദിച്ചിട്ടുണ്ട്? ഇനി ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്താ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സ്വാലിഹായ കുട്ടിനെ തരണേ. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ കിട്ടണേ എന്നുള്ളത് നമ്മുടെ ഒക്കെ ആഗ്രഹം. മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് കൈവന്തിച്ചാൽ നിങ്ങൾ എത്ര പേര് കൈവന്തിക്കും? പടച്ചോനെ സ്വാലിഹായ കുട്ടിനെ തരണേ എന്ന് പറഞ്ഞ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട എത്ര പേര് ഇരിക്കുന്ന സദസ്സിലുണ്ടാവും? നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ആരെയും കൈവന്തിച്ച് നാണം കെടുത്തുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഖുർആനാണ് പറയുന്നത്, സുന്നത്ത്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഖുർആനിലില്ലേ? ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ജനിക്കുന്ന, നമ്മുടെ ബാപ്പ ജനിക്കുന്നതിന് മുമ്പ് ഖുർആനില്ലേ? ആ ഖുർആൻ തന്നെയല്ലേ നമ്മുടെ മുജാഹിദുകൾ നമ്മളൊന്ന് നൂറ്റാണ്ടായിട്ട് പഠിപ്പിച്ച്? ആ നൂറ്റാണ്ട് പഠിപ്പിച്ചിട്ട് പടച്ചോനെ ഒരു നബിയും നിങ്ങൾ ഒരു നബിയും കുട്ടികളെ തരണേന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഒരു നബിയും കുട്ടികളെ തരണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. സ്വാലിഹായ മക്കളെ തരണേ എന്നല്ലാതെ, ഞങ്ങൾക്ക് കീഴ്പ്പെടുന്ന മക്കളെ തരണേ എന്നല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹ് നിങ്ങളെ പരിഗണിക്കൂല. 25-ാം അധ്യായം 77-ാമത്തെ വചന. നിങ്ങളുടെ ദുആ എന്താണ്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജഅലു റബ്ബി റദിയ. സക്കരിയ നബിയുടെ ദുആ എന്താ? പടച്ചോനെ നിനക്ക് തൃപ്തിയില്ല, നിന്നെ തൃപ്തിപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോനെ തരണേ. എന്തിന്? എന്റെ കുടുംബക്കാരിൽ പലർക്കും ദീനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. ശരിക്കും നിങ്ങൾ ചിന്തിക്കുക. 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം, ദെൻ 3-ാം അധ്യായം 38 മുതൽ 43 വരെയുള്ള വചനം. ഈ വചനമൊക്കെ നമുക്ക് വെറുതെ ഓതിപ്പോകാനുള്ളതല്ല. അതിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ കാണാം, പടച്ചോനെ എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അതെന്താ? ഓരൊക്കെ ദരിദ്രരായി പോകുന്ന, ഓർക്ക് ദീനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ട്. പടച്ചോനെ എനിക്കാണ് ഒരു കുട്ടിയില്ല, റബ്ബേ എന്നെ നീ തെരഞ്ഞെടുത്തു, പടച്ചോനെ എനിക്കൊരു കുട്ടിനെ തരണം. ആ കുട്ടിയാകട്ടെ ഈ കുടുംബത്തിന് വെളിച്ചേകുന്ന ഒരാളാകണം, ഒരു ദായിയാകണം, ഒരു പ്രബോധകനാകണം. അല്ലാഹ് അത് സ്വീകരിച്ചു. ഒരു പ്രബോധകനെ കൊടുത്തു. പക്ഷെ ഒരൊറ്റ പ്രസംഗം അദ്ദേഹത്തിന്റെ കഴുത്തരിഞ്ഞു കളഞ്ഞു നാട്ടുകാര്. യഹിയാ നബീനെ കഴുത്തറുത്ത് കൊന്നു. ഒറ്റ പ്രസംഗം കൊണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു ബാപ്പ സാലിഹായ മകന് വേണ്ടി തേടി, മോൻ രക്തസാക്ഷിയായി, സ്വർഗാവകാശിയായി. സുഹൃത്തുക്കളെ, നമുക്ക് ഈ ബോധമല്ല. നമ്മുടെ തുടക്കം തന്നെ പാളിപ്പോയി. നമ്മുടെ തുടക്കം തന്നെ പാളി. നല്ലൊരു പേരിടെ ഇതൊക്കെ പോട്ടെ, ജനിച്ചിട്ട് നല്ലൊരു പേര് പോലും നമ്മൾ ഇട്ടില്ല മക്കൾക്ക്. സ്വർഗത്ത് പോകണം നമ്മൾ ആഗ്രഹം, എല്ലാവരും ആഗ്രഹം എന്താ? സ്വർഗത്ത് പോകണം. ചില്ലറ പാടാന്നാ കരുതിയ? ചില്ലറ പാടാണോ അതിനെ? അതിനെ ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്ക്, സൂറത്ത് ബക്കറയുടെ 133 എന്താ? അം കുന്തും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണാസന. അതൊരു ബാപ്പയാണല്ലോ. യാക്കൂബ് നബിക്ക് 12 മക്കൾ ഉണ്ടായിരുന്നല്ലോ. ആ മക്കളെ മുഴുവനും മരിക്കാൻ നേരം തൊട്ടടുത്ത് വിളിച്ചു. നമ്മളെങ്ങനെയാ മരിക്കാൻ നേരം മക്കളെ വിളിച്ചു പറയും, മോനെ തിരൂരുള്ള ആ റെസ്റ്റോറന്റ് അത് നിനക്കാട്ടോ, മോളെ അവിടെ എന്റെ 50 സെന്റ് അത് മൂക്കാട്ടോ. ഇത് പറയാനേ നമുക്ക് നേരം കിട്ടിയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി പറയണം. അദ്ദേഹത്തിന് മരണം ആസന്നമായപ്പോ, ആ മരണം ആസന്നമായപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ? നിങ്ങൾ അദ്ദേഹം ചോദിക്കണം മക്കളോട്, മക്കളെ എന്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യാൻ? ഒരു ബാപ്പാന്റെ ടെൻഷൻ തന്നെ എന്താണ്? മക്കൾ ശിർക്ക് ചെയ്യുമെന്ന ആ ടെൻഷനായിട്ടാണ് മരിക്കണത്. ചോദിച്ചുറപ്പ് വരുത്തുക. അപ്പൊ മക്കൾ പറയണ, ഇല്ലപ്പാ നിങ്ങളും നിങ്ങളെ പൂർവ്വപിതാക്കന്മാരും ഒക്കെ ആരാധിച്ച ഇവിടെയാണ് ഞാൻ പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് മതം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ സ്വർഗത്തിലെത്താൻ ആവശ്യമായ അല്ലാഹ് പഠിപ്പിച്ച പോലെ നമ്മുടെ വിഷയം എന്തറിയോ? സ്വർഗത്തിലേക്ക് എന്നല്ല, കുടുംബത്തോടെ സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ. നിങ്ങൾ നോക്കേ, സൂറത്ത് തൂറില് ഞാൻ ആ ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സൂറത്ത് തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്. സൂറത്ത് തൂറിൽ പറയുന്നത്, വല്ലദീന ആമനു, വിശ്വസിക്കുകയും, അതായത് വിശ്വാസം പുലർത്തുകയും, എന്നിട്ട് വത്തബഉഹും ദുർരിയത്തുഹും, അവരെ ആ ഈമാനിൽ പിന്തുടരുകയും ചെയ്യുന്ന മക്കൾ. ശരിക്ക് ചിന്തിക്ക്, ബാപ്പ ഈമാനുള്ള ആളാണ്,
ബാപ്പ ഈമാൻ അനുസരിച്ച് ജീവിച്ച ആളാണ്. ആ ഈമാനിൽ ബാപ്പാനെ പിന്തുടർന്ന കുടുംബങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിൽ പറയുന്നതാണ്. സൂറത്ത് തൂർ ഖുർആനിലെ 52-ാമത്തെ അധ്യായമാണ്. 21 മുതൽ 25 വരെയുള്ള വചനമാണ്. വിശ്വാസം പുലർത്തിയവരും അവരുടെ സന്തതികളിൽ വിശ്വാസത്തോടെ അവരെ പിന്തുടർന്നവരും. അപ്പൊ ഇന്ന് നമ്മുടെ മക്കൾ നമ്മളെ പിന്തുടരുന്നുണ്ടോ? നമ്മൾ നിസ്കരിക്കുന്ന പോലെ നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ഭാര്യനെ അണിയിച്ച മഫ്തയും പർദ്ദയും നിഖാബും നമ്മുടെ മക്കൾ ധരിക്കുന്നുണ്ടോ? മറിച്ച് ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സ് ടൈറ്റ് ജീൻസ് ആണ്. ലോകത്ത് എത്ര ദുരന്തം പിടിച്ച ഒരു ഡ്രസ്സ് മാനവ ചരിത്രം എനിക്ക് കണ്ടെത്താനില്ല. ആ ഡ്രസ് കോഡ് ഉണ്ടാക്കിയ വ്യക്തി ഉണ്ടല്ലോ, ഓൻ ഇബ്ലീസിനാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടൊരു ജന്മമായിരിക്കും. ഞാൻ വെറുതെ പറയണല്ലോ, ഒരു ഈമാനുള്ളവർക്ക്, അതും ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡ്രസ്സാ അത്. റസൂല് പറഞ്ഞ എന്താണ്? ആണിന് നിർമ്മിക്കപ്പെട്ട ഡ്രസ്സ് പെണ്ണിടാൻ പാടില്ല. ഇന്ന് പെണ്ണതല്ലാത്ത വേറെ എന്തെങ്കിലും ഇടുന്നുണ്ടോ? കിടപ്പറയിലും അത് തന്നെ, ഇരുട്ടുമുറിയിലും അത് തന്നെ, ടോയ്ലറ്റ് പോകുമ്പോ അത് തന്നെ. എന്നിട്ട് ടോയ്ലറ്റ് പോകണമെങ്കിൽ കിടക്കയിലേക്കാട് വീണിട്ട് ഉമ്മാനോട് പറയാം ജീൻസിങ് വലിച്ചൂടി ഉമ്മാന്ന് കാൽമെന്ന്. സത്യല്ലേ? പറഞ്ഞ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചില പച്ച സത്യം പറയാൻ ഒരു ജന്മെങ്കിലും കേരളത്തിൽ ഉണ്ടായിക്കോട്ടെ സുഹൃത്തുക്കളെ. മനസ്സിലായില്ലേ? ആ പട്ടികപ്പെടുത്തിയാൽ ഒന്നിനും കൊള്ളാത്ത പ്രഭാഷകൻ, അങ്ങനെ കൂട്ടിക്കോളി. പക്ഷെ പരലോകം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും, അതിന് ഉറപ്പുണ്ട്. ഇത് തമാശയല്ല. കാരണം കണ്ണടഞ്ഞാ പിന്നെ വേറൊരു ലോകത്തേക്കാ പോണത്. അവിടെ തമാശയല്ല. മിണ്ടൂലടോ അവിടെ. അവിടെ നിങ്ങൾ ശബ്ദിക്കൂല. പടച്ചോന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സ്ഥലം അത്. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയുന്നു, നിങ്ങൾ സ്ത്രീകളിൽ ശക്തമായ ഇടപെടേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കും, അതിക്രമിച്ചിരിക്കും. സ്ത്രീകൾ കേടുവന്നപ്പോഴാണ് ലോകത്ര കേടുവന്നത്. കാരണം മക്കൾക്ക് മാതൃകയല്ല. മക്കൾക്കൊരു മാതൃക വേണ്ടേ? ചൂണ്ടിക്കാണിക്കാൻ ഒരു മാതൃക വേണ്ടേ? വീട്ടിൽ ബാപ്പയില്ല, അമ്മയില്ല. മക്കൾ സ്കൂൾ വിട്ട് 4 മണിക്ക് പുരയിലെത്തുന്നുണ്ട്. ഉമ്മ ജോലി കഴിഞ്ഞിട്ട് 7 മണിക്കാണ് വരുന്നത്. ബാപ്പ 9 മണിക്കാണ് വരുന്നത്. ഈ 4 മണീൻ്റെ 7 മണീൻ്റെ ഇടയിൽ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മക്കൾക്ക് ഇത്രയേറെ സുഖം കിട്ടിയൊരു കാലം, കേടുവരാനും കാമുകനെ കൊണ്ടുവരാനും വീട് ഇത്ര സുരക്ഷിതമായൊരു കാലഘട്ടം, AC റൂം ഇത്ര സുരക്ഷിതമായൊരു കാലഘട്ടം, ബാപ്പധ്വാനിച്ച് ചോര നീരാക്കിയ ബെഡ്റൂം, കല്യാണം കഴിക്കാത്ത മോൾക്കും കാമുകനും കിടക്കാൻ ഉപ്പയും ഉമ്മയും ഒരുക്കി കൊടുക്കുന്ന ഒരു ലോകം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ ഈ പരാമർശം. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമായിരുന്നു ജോലി തേടി പോവുക എന്നുള്ളത്? ആ ജോലി തേടിപ്പോയപ്പോ നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി മക്കളെ നന്നാക്കലായിരുന്നു. അതിന് നിങ്ങൾക്ക് നേരം കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? മക്കളെ നന്നാക്കാൻ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ പോയിക്കോളി. മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാതെ ജോലി മാത്രമായോ? വലിയ ദുരന്തമാണ് വരാനിരിക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കാൻ ആളില്ലെന്നേ. അതുകൊണ്ട് തന്നെ മക്കൾ മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഞാൻ സ്വർഗ്ഗം, അങ്ങനല്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം കേട്ടോ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാക്കണം. നരകത്ത് നിങ്ങൾ എന്താ പറയുന്നത്? നമ്മളൊക്കെ പറയുന്നത് സൂറത്ത് തഹ്രീമിൽ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തെ കാക്കണം. പോരാ, വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും. അലി റളിയല്ലാഹു പറയുന്നു വഅല്ലിമൂഹു വഅദ്ദിബൂ, നിങ്ങൾ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം, കുട്ടികൾക്ക് അറിവ് കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികളുടെ ഈ ഇരുത്തം പോലെ എങ്ങനെയാണ്? കാലൊക്കെ കയറ്റി വെച്ച് കാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ പോലും, കുറെ ആളുകൾ ഒരു സ്ഥലത്ത് പോയാൽ പോലും നമ്മുടെ മക്കൾക്ക് ഇരിക്കാൻ അറിയോ? നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ നിന്നല്ലേ അവർ പോണത്? ചുണ്ടിൽ ചായം തേക്കുന്ന ആ ചായം മാറ്റി വെച്ചതിന്റെ പേരിലല്ലേ മെഞ്ഞാന്നൊരു അമ്മനെ കൊന്നത്, അടിച്ചത്, കുത്തിയത്, ചവിട്ടിയത് അല്ലെ? അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇച്ചിരി ഗൗരവത്തോട് ഈ മണ്ഡല സമ്മേളനത്തിൽ നിങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതി. ഈ മണ്ഡലം നന്നാകാൻ നമ്മൾ മാത്രം മാതൃകയായാൽ മതി. ആ മാതൃകയിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് അല്ല പറയാണെന്ത്? വിശ്വാസത്തിൽ നിങ്ങളെ പിന്തുടരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇസ്ഹാഖും ഇസ്മായിലും പിന്തുടർന്നു. ഒരു കാര്യങ്ങൾ ആലോചിച്ചോ. ബാപ്പ പറയണം, മോനെ, ബാപ്പ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്നെ അറക്കാൻ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ BP അങ്ങാടിയിലെ മണ്ഡലത്തിൽ, നമ്മുടെ തിരൂർ മണ്ഡലത്തിൽ ഒരു മകനോട് പറഞ്ഞു, അടുത്ത വലിയൊരുനാളിന് എന്നെ അറക്കാൻ തീരുമാനിച്ചു. ഓൻ പറയും, കൊട്ടേഷൻ പാർട്ടിനെ കൊണ്ടുവരും, തന്തേ എന്റെ കഥയാൻ കഴിക്കും. നേരെ മറിച്ച് ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബി ഇത് പറയുന്നില്ല. എന്തുകൊണ്ട്? ആ ബാപ്പാനെ പൂർണ്ണമായി കണ്ടു പഠിച്ചു ഈ മകൻ. ആ ബാപ്പ എന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അത് എനിക്ക് ഉപകാരവും, ഉപ്പാക്കല്ല, അത് എനിക്കാണ് ഉപകാരം. അതുകൊണ്ട് ആ മകൻ പറഞ്ഞ എന്താ? ഉപ്പ വേഗം നടപ്പാക്കിക്കൊള്ളി, ഏറ്റവും വലിയ ക്ഷമാലയായിട്ട് ഉപ്പാക്കുപ്പാന്റെ മോനെ കാണാം. എന്താ 96 86 ഒക്കെ വയസ്സുള്ള കാലത്ത് പ്രാർത്ഥിച്ചിട്ട് പടച്ചോനെ സ്വാലിഹായ ഒരു കുട്ടിനെ തരണേന്ന് 37-ാം അധ്യായം 100-ാമത്തെ വചനം. ആ വചനത്തിൽ പ്രാർത്ഥിച്ചിട്ട് അന്ന് കൊടുത്ത മകനാ ഇസ്മായിൽ നബി. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, ഒരു പള്ളി പണിയുന്നിടത്ത്, ഇപ്പൊ നമ്മളൊക്കെ തന്നെ ചിലപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കും,
പക്ഷെ മണ്ഡലം പ്രസിഡന്റിന്റെ അയാളുടെ മകനെ ജീവിതത്തിൽ ഒരിക്കലും ആ പള്ളിപ്പണിയിൽ കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഇസ്മായിൽ നബിനെ പള്ളിപ്പണിക്ക് കിട്ടിയല്ലോ. കല്ലെടുത്തു കൊടുക്കുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്, കല്ല് ഏറ്റുവാങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ബാപ്പയും മോനും കൂടി ദുആ ചെയ്യാ, റബ്ബനാ തഖബ്ബൽ മിന്നാ. നമുക്ക് എത്ര പേർക്ക് ഈ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്? ബാപ്പയും മക്കളും ഒക്കെ ദീൻ. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിൽ പറയുന്നത്. എന്ത്? അവരെ പിന്തുടരുകയും ചെയ്ത സന്താനങ്ങൾ ഞങ്ങൾ അവരോടൊപ്പം ചേർക്കും. അല്ലാഹു പറയാൻ, നിങ്ങളോടൊപ്പം ആ സന്താനങ്ങളെയും ചേർക്കും. എവിടെ? സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്ത് പോണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെ പിന്തുടരുന്ന മക്കളുണ്ടാവണം. അതിനെന്ത് വേണം? നിങ്ങൾ പിന്തുടരാൻ മാത്രം യോഗ്യരായിരിക്കണം. പോയിന്റ് ശരിക്കും മനസ്സിലായിക്കോ. നിങ്ങൾ പിന്തുടരാൻ യോഗ്യരായിരിക്കണം. നിങ്ങളെ കണ്ടിട്ട് വേണം മക്കൾ പഠിക്കാൻ. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ടാ മക്കൾ പഠിക്കുന്നതെങ്കിൽ മക്കൾ എങ്ങനെ നന്നാവും? അവരുടെ യഥാർത്ഥ റോൾ മോഡൽ ബാപ്പയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആ ബാപ്പാനെ മക്കൾ നോക്കുന്നുണ്ട്. ബാപ്പ വിചാരിക്കും മക്കൾ നോക്കില്ല. മക്കൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ബാപ്പാന്റെ അവിഹിത ബന്ധം മനസ്സിലാക്കിയ മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പലരും ഉണ്ട്. അവർ പറയില്ല. അവർ അത് ലൈസൻസ് ആക്കി. അവർക്ക് കേടുവരെ. ഉമ്മാക്ക് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഒരു ചെറിയ ബന്ധം തുടങ്ങിയിട്ടുണ്ടെന്ന് മകൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാക്കിയ മകളത് മിണ്ടൂല. കാരണം 7ാം ക്ലാസ്സിൽ അവൾക്ക് 8ാം ക്ലാസ്സിൽ ഒരു പയ്യനായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഉമ്മാന്റെ തണലിൽ മക്കളും, മക്കളെ തണലിൽ ഉമ്മയും. ചില വീടുകളിലൊക്കെ എങ്ങനെ അറിയുന്നത്? ഉമ്മാക്കും അറിയാം മക്കൾക്ക് കണക്ഷൻ ഉണ്ടത്, മക്കൾക്ക് ഉമ്മാക്ക്. അത് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ട് എൻ്റെ ഞാനും മിണ്ടൂല, എൻ്റെ ഇയ്യും മിണ്ടണ്ട. സത്യമായും ആ കുടുംബക്ക് എന്തിനു പറ്റും? ആ കുടുംബക്ക് എന്തിനു പറ്റും നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ് ആ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നത്? ഒറ്റ വഴിയേ ഉള്ളൂ. ആ വാചകം ഞാൻ പറയാം, നിങ്ങൾ കേട്ടോ. വിശുദ്ധ ഖുർആനെ കുടുംബത്തോടെ സ്വർഗത്ത് പോകണമെങ്കിൽ 17 അധ്യായം 19 വചനം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, വെടിച്ചില് പ്രസംഗമൊന്നല്ല ഞാൻ എന്ന് പറയുന്നത്. പക്ഷേ പടച്ചവനാണ് നിങ്ങൾ ഈ കാര്യം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നോക്കൂ. ومن أراد الآخرة وسعى لها سعيها وهو مؤمن. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, فأولئك كان سعيهم مشكورا. എന്താണ് ഈ വചനം പറയുന്നത്? ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും, പരലോകത്തെ ഉദ്ദേശിക്കണം, പോരാ, വിശ്വാസം മാത്രം പോരാ, ഉദ്ദേശിക്കണം. എന്നിട്ട് അതിൻ്റെതായ പ്രവർത്തനം. വല്ലാത്തൊരു വാക്കല്ലേ? ഈമാൻ ഉണ്ടാകണം, പരലോകത്തെ ഉദ്ദേശിക്കണം, ആ സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള പണിയെടുക്കണം. എന്താണ് ഇതിന് ഉലമാക്കൾ പറഞ്ഞ ഈ ഖുർആന്റെ വചനത്തിന് 17 അധ്യായം 19 പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വേണം ഓരോ മൈക്രോ സെക്കൻഡിലും. രാത്രി കിടക്കുമ്പോൾ മക്കളോട് പറയണം, എല്ലാവരും വെക്കണം, സുബൈക്ക് എഴുന്നേക്കണം, പാപ്പാന്റെ കൂടെ വരണം. ഞാൻ ടോയ്ലറ്റ് പോയി പുറപ്പെട്ട് കൊലായിലെത്തുമ്പോഴേക്ക് നിങ്ങൾ കൊലായിലെത്തണം, നിങ്ങൾ എഴുന്നേക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. മോനെ നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. നന്മകളിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് കയ്യും പിടിച്ച് നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ബാപ്പാനോടാകണം. ഇന്നത്തെ സ്ഥിതി എന്താ അറിയുന്നത്? ഇന്ന് ബാപ്പയും ഉമ്മയുള്ള വീട്ടിൽ വരാൻ മക്കൾക്ക് ഇഷ്ടമല്ല. മക്കൾ വീട്ടിലെത്തിയാൽ ബാപ്പാനെയും മാനെ കണ്ട് അവർക്ക് വേറെ എവിടെയെങ്കിലും പോകണം, ചങ്ങാതിമാരെ കൂടെ പോകണം. ശരിക്കും നമ്മളൊരു ചങ്ങാതിയായാൽ ബാപ്പയുമാണ് ചങ്ങാതിയുമാണ്. അങ്ങനെ ഒന്നും നിങ്ങളായി നോക്ക്. 11 മക്കളെ കൊണ്ടെടുക്കുന്ന ഒരു ബാപ്പയാണ് ഞാൻ. അതായത് ഈ പ്രസംഗിക്ക് നെയ്യുള്ളവൻ 11 മക്കളെ കൊണ്ടെടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത് എൻ്റെ മോളെ അടുത്ത് പോയി, ഓളെ കൊണ്ടുപോയി, ഒക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു ചെറിയ ഭക്ഷണം വേണം, അത് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ എന്തും പറയാൻ, എന്തും കേൾക്കാൻ, നമ്മളോട് തുറന്ന് പറയാൻ, അവർക്കൊന്ന് കരയണം തോന്നി നമ്മളെ കെട്ടിപ്പിടിച്ച് കരയാൻ നമ്മളെ മക്കൾക്ക് നമ്മളെ കിട്ടുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട്, നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്ന പലരും, നിങ്ങൾ വൈകുന്നേരം ക്ഷീണിച്ച് കയറി വരുന്നത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കുട്ടി വരുമ്പോഴേ പോവിടുന്ന്, രാവിലെ പോയതാ ഞാൻ, തലവേദനിച്ചിട്ട് വയ്യ, ഇന്നും ബസ്സിൽ നിന്ന്. ആരാ നിങ്ങളോട് ഇത്ര റിസ്ക് എടുക്കാൻ പറഞ്ഞ്? നിങ്ങളെ മോളേക്കാൾ വലുതായിരുന്നു നിങ്ങളെ ജോലി ആയിരുന്നു. നിങ്ങൾ ചിന്തിക്കും മനുഷ്യന്മാരെ, നിങ്ങളുടെ മക്കൾ കേടുവോ. എന്നിട്ട് നിങ്ങൾ കുട്ടീനെ ആട്ടുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സ് വേദനിക്കും. എന്നാൽ നാളെ രാവിലെ കുട്ടി സ്കൂൾ പോകുമ്പോൾ പീഡിയയിലുള്ള ഒരാൾ ആ കുട്ടീനോട് സ്നേഹത്തോട്, എന്താ എൻ്റെ കുട്ടീൻ്റെ മുഖത്തൊരു വല്ലായ്യ, ഇങ്ങോട്ട് വാ ഞാൻ ചോദിക്കട്ടെ എന്താണ്. എന്നിട്ട് 2 വാക്ക് ആ കുട്ടിക്ക് പറയാനുള്ള ഇയാൾ ചെവിയച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കുട്ടി നാളെ അയാളെ പീഡിയയിലെത്തും. മറ്റന്നാൾ അയാൾ നിങ്ങളെ കുട്ടീനെ വേറൊരു കണ്ണോടുകൂടി കണ്ടു തുടങ്ങും. അതിൻ്റെ കാരണക്കാരി നിങ്ങളായിരുന്നു. ഇത് ഞാൻ പറയാം, ഞാൻ മടിക്കില്ല. ഞാൻ നിങ്ങളാരെയും ചെലവിൽ ജീവിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ ലോകം ഇങ്ങനെ കേടുവരുന്നതിൽ ദുഃഖിക്കുന്ന ഒരു പൗരനാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ജോലിക്ക് പോവുക, എന്തോ നിങ്ങൾ ചെയ്തോളി, അല്ലാഹ് ഹലാലാക്കി. പക്ഷെ സ്വന്തം മക്കളെ മറന്നുകൊണ്ടും കുടുംബത്തിന്റെ ഭദ്രത മറന്നുകൊണ്ടും നിങ്ങൾ മെനക്കെട്ടൽ ഒരു സ്വർഗത്തിലും വാങ്ങാൻ കഴിയില്ല. ദുനിയാവ് തന്നെ നരകമായി തീരും, ഒരു സംശയം വേണ്ട. ദുനിയാവ് തന്നെ നരകമായി തീരും എന്നതൊരു സംശയം വേണ്ട. ഇവിടെ ഞാൻ 2-3 ഖുർആനിക വചനം കൂടി പറയാം. ഒന്ന്, വമൻ അറാദൽ ആഖിറ, പരലോകത്തെ ഉദ്ദേശിക്കണം, വസഅലഹ സഅയഹ,
അതിന് അതിൻ്റെതായ പ്രവർത്തനം നടത്തണം. അപ്പൊ QHLS കുട്ടികളെ കൊണ്ടുപോകണം, ഭാര്യനെ കൊണ്ടുപോകണം. അവരെ വസ്ത്രം, മോളെ ഈ വസ്ത്രം എൻ്റെ കുട്ടിക്ക് വേണ്ട, എൻ്റെ കുട്ടിക്ക് ഇതിലൊക്കെ വലിയ തകരാറുണ്ട്, നിങ്ങൾ നോക്ക്. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുടുംബം കൂടി ഉപ്പാനെയും കൊണ്ട് ശാന്തി ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടിനെ കൊന്ന സ്ഥലം ഉണ്ടല്ലോ, താമരശ്ശേരി എത്തുന്നതിന് മുമ്പ് കോരങ്ങാട് ഷബാസിനെ കൊന്നല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുട്ടീനെ മർദ്ദിക്കുന്ന സ്കൂള്? ആ ജാതി മക്കളാണ് ഇവിടെ വളരുന്നത്. ഏത് ജാതി ഇടിയാണ് ആ മോനെ? സ്വന്തം സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. അതായത് ഈ റീലും സിനിമയും ഇപ്പോഴത്തെ മലയാള സിനിമ പോലും ഇത്രയേറെ ക്രൂരത കാണിക്കുന്ന അത് കണ്ടു വളരുകയാണ്. എന്നിട്ട് ഓൻ്റെ മനസ്സ് തോന്നുന്നറിയോ, ഇവന് ഞാൻ ഏതൊക്കെ ടൈപ്പിൽ ഇടിക്കും, അപ്പോഴാണ് ഞാൻ ഈ ഹീറോ ആകുക. മനസ്സിലായില്ലേ? ആ ചങ്ങാതിനെ കൊണ്ടല്ല, ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന ചെറിയവനൊക്കെ ശരിക്കും നാട്ടുകാർ മുമ്പ് കിട്ടി അടിച്ചോല് കൊന്നാണോ, പിന്നെ പോലീസിനൊന്നും കൊടുക്കില്ല. കാരണം മനുഷ്യന് ദേഷ്യം, ഒരു മകനെയാണല്ലോ ഈ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ മക്കൾ ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ എവിടെയൊക്കെയോ നമ്മുടെ തകരാറുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ അതിൻ്റെതായ ഒരു പ്രവർത്തനം നമ്മുടെ കുട്ടിക്ക് അതിന് അനുയോജ്യമായ സാഹചര്യം ഏർപ്പെടുത്തി കൊടുക്കുക. ഈ ഡ്രസ്സ് നല്ലതല്ലെന്ന് പറയുക. മോളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ പടച്ചോന് ഇഷ്ടമല്ല ഈ വേഷം, പടച്ചോന് ഇഷ്ടമല്ല. അപ്പം ആ സ്കൂളിൻ്റെ അതിലൂടെ പോകുമ്പോൾ SLC വരെയുള്ള മുസ്ലിം പെൺകുട്ടികളെയാണ് ഞാൻ കാണുന്നത്. അധിക പേരും ചുണ്ട് ചോപ്പിച്ചിരിക്കുന്നു, മുസ്ലിം പെൺകുട്ടികൾ. പണ്ടൊന്നും ഒരിക്കലും ഒരു നല്ല വീട്ടിൽ ജീവിക്കുന്ന ആരും പണ്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊന്നും ഇത് ചെയ്യില്ല. കാരണം അവർ പഠിച്ച ആരോഗ്യശാസ്ത്രത്തിനെതിരായി. പക്ഷെ ഇന്ന് ഡോക്ടറും ചെയ്യും, നെയ്സും ചെയ്യും. ആ വലിയ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും സത്യത്തിൽ അവിടെ ആരോഗ്യ കേന്ദ്രമാണോ, രോഗം വിളിച്ചു വരുത്തുന്ന കേന്ദ്രമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മിംസ് കയറി ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ബിന്ദുവച്ചിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അല്ലേ ചേ ഇതിപ്പം ഈ സാധനം പെരട്ടിയാൽ രോഗം വരുന്നതാണ് എല്ലാ ആളുകളും പറയുന്നത്, ഡോക്ടർമാരും പറയുന്നത്. ഇതാ ഇവിടുത്തെ ബിന്ദു ഭാഗ്യരാജ് പറയുന്നത് അതാണ്. എന്നിട്ട് എന്തെങ്കിലും അത് നാളെ കാണിക്കാനല്ലേ, ആളുകളെ ആകർഷിക്കാനല്ലേ, യുവാക്കളെ യുവതികളെ ആകർഷിക്കാനല്ലേ. എന്നിട്ടൊരു ചമ്മലാണ് എല്ലാവർക്കും. സത്യം അറിഞ്ഞുകൊണ്ടാണ് ഈ തിന്മയൊക്കെ ചെയ്യുന്നത്. ഇതിന് ഇന്നെന്ന ഭയാനകത ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് അത് ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ഈ മണ്ഡല സമ്മേളനത്തിനോട് പറയാണ്, അഴിച്ചു പണി അനിവാര്യമാണ്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഡൈനിങ് ടേബിളിൽ ചുറ്റിലിരുന്നിട്ട് ആദ്യമായിട്ടൊന്ന് ചർച്ച ചെയ്തോളൂ, ഇങ്ങനെ മതിയോ, ഇങ്ങനെ മതിയോ എന്നുള്ളത് നമ്മുടെ ഗൗരവമായി ചർച്ച ചെയ്യണം. നിങ്ങൾ നോക്കേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റഅദില് കുടുംബത്തോടെ സ്വലഹം മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിൽ നിന്ന് കുടുംബത്തെ, ബാപ്പ, ഉമ്മ, മക്കള്, ഭാര്യ, ഇവരെല്ലാം ഇങ്ങനെ ഷോപ്പിംഗ് മാളിൽ പോകുന്ന പോലെ സ്വർഗത്ത് പോകുന്ന സ്വർഗത്തിന്റെ 8 വാതിലുകളിലും ഈ കുടുംബത്തെ വിളിക്കപ്പെടും എന്ന് സൂറത്ത് റഅദിൽ പറയാൻ. അവിടെ പറയുന്നത് അറിയോ, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂല ഹിസാബ്. ഒന്നാമത്തെ കാര്യം അതാണ്. 13-ാം അധ്യായം സൂറത്ത് റഅദ് 21-ാമത്തെ വചനം. അല്ലാഹു കൂട്ടിയിണക്കാൻ കൽപ്പിക്കപ്പെട്ട ബന്ധങ്ങൾ കൂട്ടിയിണക്കുകയും അവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും കഠിനമായ ശിക്ഷയെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ വിചാരണയെ, കടുത്ത വിചാരണയെ അത് ഉണ്ടാകുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക്. എന്നിട്ട് പറയാണെന്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു, അതുപോലെ അവർ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ നല്ലതിലൂടെ ദോഷത്തെ എതിർക്കുന്നു, അതായത് തിന്മയെ നന്മ കൊണ്ട് എതിർക്കുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് അമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വമലായികതു യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. നോക്കുന്നുണ്ട് സ്വർഗത്തിന്റെ വാതിലിൽ നിന്ന്. കാരണം മക്കളെ പോറ്റുമ്പോൾ ക്ഷമ വേണം, ഭർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ക്ഷമ വേണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും എന്ന് പറയുന്നു. അവിടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്, നിങ്ങളുടെ ഇടകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. വിട്ടുവീഴ്ചയും ക്ഷമയും സമാധാനവും നിങ്ങൾ അവലംബിക്കണം. ആ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ കുടുംബത്തെ കാണണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജാഫർ ബിൻ അബി താലിബിൻ ഏകസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലും പറയുന്നുണ്ട്, ഞങ്ങളുടെ നബി വരുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ചിട്ടുണ്ടായിരുന്നില്ല, സ്ത്രീകളെ ഞങ്ങൾ മാനിച്ചിരുന്നില്ല. ആ പ്രവാചകൻ ഞങ്ങളെ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് പോകില്ലെന്ന് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. സ്വർഗത്ത് പോകണമെങ്കിൽ കുടുംബ ബന്ധം ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചു. ഞാൻ ആദ്യം 4-ാം അധ്യായം 1-ാമത്തെ വചനം അതാ പറയുന്നത്. ഏതൊരു റബ്ബിനെ കുറിച്ച്, അതാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അതിൽ വിള്ളലുകൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും,
എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് വേഗം വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ BP അങ്ങാടി നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ദർഗയും ആന ചവിട്ടി മരിക്കലും എഴുന്നള്ളത്തും ഒക്കെ ഉള്ള ബിദ്അത്തിന്റെ ശിർക്കിന്റെ ഒരു കൂടാരാണിത്. ഈ കൂടാരത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഒരു പള്ളിപ്പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10.5 സെന്റ് ഭൂമി എങ്ങാണ്ടാണത്, ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ബോർഡും QR കോഡും അതുമായി ബന്ധപ്പെട്ടവർ ഇവിടെ ഉണ്ട്. ഈ നാട്ടിൽ തന്നെയാണല്ലോ അത് നടക്കുന്നത്. മനസ്സറിഞ്ഞ് ഞാൻ സ്ത്രീകളോടൊക്കെ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്വർണത്തിന് ഏറ്റവും വിലപിടിപ്പുള്ളൊരു കാലമായിരിക്കുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. സൂറത്ത് ആൽ ഇംറാനിലെ 92-ാമത്തെ വചന. അതിൻ്റെ അർത്ഥം എന്താ പറയുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു കുഞ്ഞി മോതിരം പോലും നിങ്ങൾ ഇപ്പോൾ കൊടുത്താൽ 10,000-കണക്കിന് ഉറുപ്പിക കിട്ടുന്ന ഒരു കാലമാണ്. ഒരു കാപ്പവം മോതിരം നിങ്ങളുടെ കൂട്ടത്തിൽ ഓരോ സ്ത്രീകളും കയ്യിൽ നിന്ന് ഊരിക്കൊടുത്താൽ ഈ പദ്ധതി വിജയിക്കും. കൊടുക്കാൻ അല്ല പറയണെന്നറിയോ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. പെണ്ണേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്ന്, പെണ്ണേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്ന് അള്ളാന്റെ മാർഗത്ത് കൊടുത്ത് പുണ്യം നേടിക്കോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു കൊടുത്ത് നിങ്ങൾ സ്വർഗം നേടിക്കുമെന്ന് പുരുഷന്മാരോടും ആ ആയത്തിലൂടെ അള്ളാഹു പറയാണ്. അതുകൊണ്ട് ഈ പള്ളിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ മറ്റു ചില ഭാഗം വളരെ കൂടുതലൊന്നുമില്ല, കുറച്ച് സമയം പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിലൊരു പ്രധാന കാര്യം കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഒരു ചിന്ത. സ്വർഗത്ത് പോകണം. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എപ്പോഴും മക്കളെ പോയി സന്ദർശിക്കണം. നിങ്ങളുടെ മക്കളുടെ സ്കൂളിൽ നിങ്ങൾ പോകണം. സ്ത്രീകൾ മാത്രം PTA മീറ്റിങ്ങിൽ പോകുന്ന അവസ്ഥ അവസാനിക്കണം. പുരുഷന്മാർ പോകണം. സ്കൂളിൽ പോയിട്ട് ക്ലാസ് ടീച്ചറെ കാണണം. എൻ്റെ മോന്, എൻ്റെ മോള് ഇവിടെ എങ്ങനെയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളോട്, തോനെ കുട്ടികളുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ കൂട്ടുകാരികൾ ആരാന്ന് ചോദിക്കും. കൂട്ടുകാരെ നിങ്ങൾ കൂട്ടിക്കൊള്ളി, അവരെ കൊണ്ടുവരും വീട്ടിലോട്ട് എന്ന് പറയും. ഒരു വീട്ടിൽ വരും. വീട്ടിലവർ വരുമ്പോൾ തന്നെ അറിയാം ഈ കുട്ടികൾ നല്ല കുട്ടികളാണോ, നമ്മുടെ മക്കൾക്ക് പറ്റിയവരാണോ അല്ലേ. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, മോളെ ഈ വേഷം ധരിച്ച് ഈ കുട്ടിയെ സൂക്ഷിക്കണം, അവൾക്ക് നീ പറഞ്ഞു കൊടുക്കണം, ഇതൊന്നും നമുക്ക് ശരിയല്ലെന്ന് പറയാം. ഒക്കെ മുസ്ലിം കുട്ടികളായിരിക്കും. ഇതൊന്നും ശരിയല്ല, ഈ ചുണ്ട് ചായ നിൽക്കുന്നു ശരി, ഈ നടത്തം ശരിയല്ല, ഈ രൂപം ശരിയല്ല, ഈ ചുറ്റിക്കളി ശരിയല്ല എന്ന് പറയാൻ പറ്റണം. പരീക്ഷയ്ക്കൊക്കെ പോവുക, ദൂരെ പോവുക, അല്ലെങ്കിൽ പഠിപ്പിന്റെ ഭാഗമായി ദൂരെ പോവുക. അപ്പൊ ഇവിടുന്ന് പർദ്ദട്ട ഒരു കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞ ഒരു കുട്ടി, പർദ്ദട്ടൊരു ഉമ്മ അവളെ കോഴിക്കോട് കൊണ്ടാക്കി, അവിടെ അവരെ കൂട്ടുകാരുടെ കൊണ്ടാക്കി, അവർക്ക് ചെന്നൈയിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പോകണം. അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഒരു പെൺകുട്ടി അവൾ വേറെ സെപ്പറേറ്റ് താമസിക്കാൻ വാശി പിടിച്ചു പോയി. നോക്കുമ്പോൾ അവളെ കാമുകനെ കൊണ്ടാ വന്നവള്. നിങ്ങൾ ആലോചിച്ച് നോക്കും, പർദ്ദട്ടൊരു ഉമ്മ വിശ്വസിച്ച് മോളെ കൊണ്ടുവന്നിട്ട് ആ മകൾ ചെന്നൈയിൽ സെപ്പറേറ്റ് റൂം എടുക്കണമെങ്കിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി റൂം എടുക്കുക. അവളെ തൻ്റെ ഇടം എന്താണ്? എന്തിനാണ് ആ ഉമ്മ പർദ്ദട്ട്? പറ്റിക്കുകയാണ് നമ്മുടെ മക്കളെ, നമ്മളെ ചതിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ഓർക്കണം. നിതാന്ത ജാഗ്രതയില്ലെങ്കിൽ ബാപ്പ കൊണ്ടാക്കുക, ബാപ്പ കൂട്ടിക്കൊണ്ടുവരിക, മാമൻ കൊണ്ടാക്കുക, കൂട്ടിക്കൊണ്ടുവരിക, രക്തബന്ധമുള്ളവർ, മഹറമായിട്ടുള്ളവർ, അല്ലെങ്കിൽ അപകടമാണ്. നമ്മുടെ പഴയ കാലമൊന്നുമല്ല. അങ്ങനെ കേടിരുന്നതിലൊന്നും ഒരു മനസാക്ഷിക്കുത്തും കേടുവരാതിരിക്കുന്നതിൽ മനസാക്ഷിക്കുത്തുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. TK അഷ്റഫ് സാഹിബ് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോട് പറഞ്ഞു. നിങ്ങളും കേട്ടു, ഞാനും കേട്ടു. ആ സന്ദർഭത്തിൽ ഞാനും ഉണ്ട് ഇവിടെ. സഹോദര, നമ്മൾ ശരിക്കും ആലോചിക്കുക, എവിടെയാണ് സ്വർഗത്ത് പോകാൻ എങ്ങനെ കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ചിട്ട് പറയുന്നതോ, നബിയെ മറ്റുള്ള സ്ത്രീകളെ പോലെ അല്ല നിങ്ങളുടെ ഭാര്യമാർ. സൂറത്ത് നൂറുകൾ പരിശോധിക്കുക. നബിയെ അതായത് വിസ്തത്തിന്റെ ഭാര്യമാരെ, വിസ്തം പ്രവർത്തകരുടെ ഭാര്യമാർ എന്നാൽ ലോകത്തെ മറ്റെല്ലാവരുടെ ഭാര്യമാരെക്കാളും പരിശുദ്ധരാണ്. എന്താ വിസ്തത്തിന്റെ വാദം? എന്താ? ഖുർആനോട് സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഞങ്ങളാണ്. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയാം, നബിയെ നിങ്ങളുടെ ഭാര്യമാർ മറ്റുള്ളവരുടെ ഭാര്യമാരെ പോലെയല്ല. നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞാൽ ഹൃദയത്തിൽ രോഗമുള്ളവർ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് മോശം ചിന്തിക്കും. അത് പറയാൻ അള്ള മടിച്ചിട്ടില്ല. നബീന്റെ ഭാര്യമാരോട് അത് പറയാൻ അള്ള മടിച്ചിട്ടില്ല. മനസ്സിലാക്കിക്കൊള്ളി. അതുകൊണ്ട് തന്നെ ആരാ എന്താവല്ല, എല്ലാറ്റിനും വേണം മര്യാദ. ആ മര്യാദ പാലിച്ചാൽ നമുക്ക് സ്വർഗ്ഗത്ത്. അതിൽ 2 കാര്യം ഞാൻ പറയാം. വയൗമ യഉല്ലു ളാലിം അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലമ്മ ഇത്തഖദു ഫുലാനൻ ഖലീല. സൂറത്ത് ഫുർഖാനാണ് 25-ാം അധ്യായം 27-28 വചനം. അതിൽ പറയുന്നത് അക്രമികൾ പരലോകത്ത് കൈകടിക്കും. ഇങ്ങനെ പറയും, എന്റെ നാശമേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെ പറയുന്നതറിയോ, യാ വൈലതാ ലൈതനി ലമ്മ ഇത്തഖദു ഫുലാനൻ ഖലീല. എന്റെ കൂട്ടുകാരി ശരിയായിരുന്നില്ല, എന്റെ കൂട്ടുകാരൻ ശരിയായിരുന്നില്ല. സത്യം, കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി. കഞ്ചാവും മയക്കുമരുന്നിനൊക്കെ വിളിക്കുന്ന ഒരു മോനാണ് കൂട്ടുകാരൻ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചോദിക്കുക വേണം. പറ, ആരാ നിന്റെ കൂട്ടുകാരൻ? അവന്റെ പേരെന്താണ്? അവന്റെ വീട് എവിടെ? ആ വീട്ടിൽ പോകണം, ആ വീട്ടിൽ പോകണം. എന്നിട്ട് പറയണം, ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്നാണ്, മോനെ പരിചയപ്പെടാനും മോൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കാനും വന്നാണ്.
എന്റെ മോന് പറ്റിയ കൂട്ടുകാരനാണോ ജീന്ന് നോക്കാൻ വന്നാന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ പോലും അതൊന്നൊരു തെറ്റല്ല. കാരണം ഇത് ജീവിതമാണ്, ഇത് തമാശയല്ല. ഇതിങ്ങനെ കുറെ തിന്നും കുടിച്ചു മൊബൈലിൽ തോണ്ടി ജീവിതം തീർക്കാനുള്ളതല്ല. പോയി നോക്കണം. മേലെ വാപ്പ, മക്കള് താഴെ, മോളൊറ്റക്കേ ഉള്ളൂ. മേലെ 3 മണിക്കൂർ ഫോണിൽ തോണ്ടിയാ ഇവിടെ വരണ്ടോനൊക്കെ വന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ പിടിക്കപ്പെട്ട കേസുകൾ എത്ര ഉണ്ട്. അതുകൊണ്ട് ഈ തോണ്ടലൊക്കെ നിതാന്ത ജാഗ്രതയുടെ പേരാണ് പിതാവ് എന്ന് പറഞ്ഞാൽ. പിതാവ് എന്ന് പറഞ്ഞാൽ നിതാന്ത ജാഗ്രതയാ, മക്കളെ കുറിച്ചുള്ള ജാഗ്രത. മോൻ പോവുകയാണ്, ആയിക്കോട്ടെ, എങ്ങോട്ടാ പോണത്? എന്ന സ്ഥലത്താണ്. അവിടെ ഒരാളെ വിളിച്ചേൽപ്പിക്കണം, എന്റെ മോൻ എന്ന സ്ഥലത്ത് വരുന്നുണ്ട്, എന്ന കാര്യത്തിനാ വരുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഭയാനകരമാണ്. ഞാൻ പറഞ്ഞു, സ്വർഗത്ത് പോകാനൊന്നും ആരും ഉണ്ടാവില്ല. കുടുംബത്തോടെ സ്വർഗത്ത് പോകാൻ ചെറിയ കാര്യമൊന്നുമല്ല. അത് നല്ലോണം ശ്രദ്ധിക്കണം. മക്കളെ രാത്രി വിളിച്ചേപ്പിച്ച് നിസ്കരിച്ച് പഠിപ്പിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സാന്ദർഭമായിട്ട് പറയാണ്, അബൂ ഹുറൈറ എന്റെ മകള് വന്നിട്ട് പറഞ്ഞു, പാ എല്ലാവർക്കും സ്വർണ്ണം ഉണ്ടുപ്പാ, എനിക്ക് മാത്രം സ്വർണ്ണല്ലപ്പാ. നോക്കണം, ഒരു പച്ച ജീവിതം മോള് പറയാണ്, പാ എന്റെ കൂട്ടുകാരിയൊക്കെ സ്വർണ്ണം ഉണ്ട്, എനിക്കില്ല. ഉപ്പ പറയാണ്, ശരിയാണ് മോളെ, പക്ഷേ സ്വർണത്തിന്റെ വളയണിയിക്കപ്പെടുന്ന ഒരു ലോകത്തേക്കുള്ള സമ്പാദ്യം മോളെ നിനക്കിപ്പ തന്നിട്ടില്ലേ? എന്റെ കുട്ടിനെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ഉപ്പ വിളിക്കുന്നില്ലേ മോളെ? അങ്ങനെയുള്ള അനാഇല്ലൈലി സാജിദം വഖായിമ, രാത്രി നിന്ന് നിസ്കരിക്കുന്നവരെ സ്വർണത്തിന്റെ വളയണിയിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട് മോളെ. അവിടെ അവർക്ക് വള ഉണ്ടാവില്ല, എന്റെ മോൾക്ക് വള ഉണ്ടാവും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ചരിത്രം? സ്വർഗത്തിന് വേണ്ടിയായിരുന്നു ഒരു മക്കളെ സ്നേഹിച്ച്. അബൂ ഹുറൈറയുടെ വീട്ടിൽ എന്നും ഒരു വിളക്കുണ്ടാവും. അദ്ദേഹം രാത്രി ദീർഘമായി നിസ്കരിക്കും. വിത്തറിലെത്തുമ്പോ ഭാര്യനെ വിളിക്കും, ഭാര്യ വിത്തറിലെത്തുമ്പോ മകളെ വിളിക്കും. അങ്ങനെ ആ വീട് ഫുൾ ടൈം അനാഇല്ലൈലി സാജിദം വഖായിമ. നമ്മളോ കാനു ഖലീലൻ മിനൽ ലൈൽ മാ യഹ്ജഹൂൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രി അവർ വിശുദ്ധ ഖുർആൻ പറയണ, രാത്രി അവർ വളരെ കുറച്ചുറങ്ങുന്നവരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരും. നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന, പടച്ചോനെ കൺകുളിർമുള്ള മക്കളെ തരണേന്ന് ദുആ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മക്കൾ ഉറങ്ങുമ്പോൾ അവരെടുത്തു പോയിരുന്ന് പൊട്ടിക്കരഞ്ഞ് അവരെ നെറ്റിയിൽ ഉമ്മ വെച്ച്, എൻ്റെ മോളെ പടച്ചോനെ നീ ഒരു വഴിയും തെറ്റിക്കല്ലേ റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് 6 പെൺകുട്ടികളാണ്. ഞാൻ അവരെ എടുത്ത് പോയിരിക്കും രാത്രി. ഇതാ ഇവിടെ ഇന്നലെ ഞാൻ പരിപാടി കഴിഞ്ഞ് വന്ന് എൻ്റെ വീട്ടിൽ ഇന്നലെ മക്കളുണ്ട്. ഞാൻ അവരെ ബെഡിൽ പോയി ഇരുന്ന് അവരെ തലോടി. അവർ കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. മിക്ക ദിവസവും പടച്ചോനെ എൻ്റെ മോൻ്റെ മക്കള്, പടച്ചോനെ എൻ്റെ മക്കള്, പടച്ചോനെ എൻ്റെ മക്കള്, നാളെ എന്താവും. അപ്പം ഞാനൊക്കെ എൻ്റെ ഒരു മക്കളൊക്കെ ഇടുക, നിങ്ങൾ എന്നെ വിടുവോ? അഭിമാനത്തേക്കാൾ വലുതായി ഈ ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ ജനൂനായിട്ട് ഇടപെടുക, മക്കളിലും കുടുംബത്തിലും. വാ ഇവിടെ ഇരിക്കുക. ഇപ്പൊ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്റെ മോക്ക് എന്തോ ചെറിയ ദുഃഖം. ഞാൻ ഓട് ചോദിച്ചു, ഒന്നില്ല, പഠനത്തിന്റെ ഭാരം കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട്. പക്ഷെ നമ്മൾ അവരോടൊപ്പം ചേർന്ന് ചിരിച്ച് കളിച്ച് അവരെ കൂടെ വന്നിരുന്ന് എത്ര ബുദ്ധിമുട്ടിയാലും അവരെ കൂടെ ഒക്കെ കുറച്ച് സമയം ഇരുന്ന് രാത്രി നേരത്തെ വന്ന് മക്കളെയൊക്കെ തൊട്ടടുത്തിരുത്തി ചിലർ തമാശയും കാര്യവും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അല്ലാഹ് ഒരിക്കലും അള്ളാന്റെ വാക്ക് തെന്നിക്കില്ല. വേറൊരു സ്ഥലത്ത് ഞാൻ ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം ദീർഘിപ്പിക്കുന്നില്ല, 10 മണിയാവാറായി. കുറെ വിഷയങ്ങൾ നിങ്ങൾ കേൾക്കുകയും ചെയ്തില്ല, മുഷിപ്പിക്കുന്നതും ശരിയല്ല. സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനം. നിങ്ങളുടെ ശരീരവും സമ്പത്തും അള്ള വിലക്ക് വാങ്ങി ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ ബാപ്പയും മക്കളും ഒന്നിച്ചു പോയി യുദ്ധം ചെയ്ത ചരിത്രമുണ്ട് ഇസ്ലാമിന്. നമുക്കിവിടെ ആകെയുള്ള ജിഹാദ് എന്താണ്? ഈ ദഅവത്ത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജിഹാദ് മാത്രമാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് കൂടെ ഞാൻ ഇതിൽ പറയാം. ഇത് സൂറത്ത് മുദ്ദസ്സിറിൽ പറയുന്ന ചില ഭാഗങ്ങളാണ്. സൂറത്ത് മുദ്ദസ്സിറിലെ എന്താണ് നരകത്ത് പോയത്, സ്വർഗത്ത് പോകാതായി പോയത്, കുടുംബസമേതം എന്തുകൊണ്ട് നരകത്തിലേക്ക് പോയി, അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. നരകത്തിലേക്ക് പോകുന്നത് എന്നതാണ് പഠിച്ചാൽ. പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞല്ലോ, ഒരു ശില്പിനോട് ചോദിച്ചത്രേ, നിങ്ങൾ ആനയെ എങ്ങനെയാണ് പാറക്കല്ലിൽ ആനയെ കുത്തുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ പാറക്കല്ലിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും, എന്റെ മനസ്സിൽ കൃത്യമായിട്ട് ഒരു ആനയുണ്ട്, ഞാൻ ആ ആനയെ ഈ പാറയിൽ സങ്കല്പിച്ച് ആനയല്ലാത്ത ഭാഗമൊക്കെ ചെത്തിക്കളയും. അതുപോലെ നരകത്തിലെത്താനുള്ള സാധ്യത കൊട്ടിയടച്ച സ്വർഗത്തിലെത്തി. കാരണം നേരത്തെ ആദ്യം പറഞ്ഞ വാചകം എന്താ? ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലെത്തിയോ അതാണ് വിജയം. അപ്പൊ നരകത്തിലെത്താതിരി മുദ്ദസ്സിറിൽ പറയാൻ ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലൻ നകും മിനൽ മുസല്ലീൻ വലം നകുൻ നുതഇമുൽ മിസ്കീൻ ഫകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഫകുന്നാ നഖൂദു മഅൽ ഖായിലീൻ ഫകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. എന്താ നിങ്ങൾ നരകത്ത് പോയത്?
ചോദ്യമാണ്. മാ സലക്കക്കും ഫീ സഖർ, എന്തെങ്കിലും സഖറിൽ എറിയപ്പെട്ട്. 74 അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനമാണ്. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. മക്കൾ നിസ്കരിക്കുന്നുണ്ടോ നമ്മൾ നോക്കിയോ? കുടുംബസമേതം നിസ്കരിക്കുന്നുണ്ട് നമ്മൾ വീട്ടില്, ഭാര്യയും മക്കളും ഒക്കെ. ഇനി നമുക്ക് രോഗമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ്, ഫർള് നിസ്കരിക്കാൻ പോകുന്നില്ല. നമ്മൾ വീട്ടിൽ മക്കളൊക്കെ വിളിച്ചു വരുത്തി നമ്മുടെ തൊട്ടടുത്ത് ഏറ്റവും ചുരുങ്ങി അല്ലദീന യത്ലൂന, വിശുദ്ധ ഖുർആൻ പറയേണ്ട ഒരു വാചകമാണ്, ഞാൻ നേരത്തെ ഉദ്ധരിച്ചു, നേരത്തെ അർത്ഥവും പറഞ്ഞു. അതുകൊണ്ട് അതിന് തത്തുല്യമായ ഒരു ഖുർആനിക വചനം, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. സൂറത്ത് അഹ്സാബിലെ 34-ാമത്തെ വചന, നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്ത് നമ്മുടെ വീട്ടിൽ വായിച്ചാൽ നന്നാവും. നമ്മുടെ മക്കളെന്ന് സംഗീതത്തിന്റെ പിന്നാലെയാണ്, മിമിക്രിയുടെ പിന്നാലെയാണ്, മ്യൂസിക്കിന്റെ പിന്നാലെയാണ്, സിനിമയുടെ പിന്നാലെയാണ്, മമ്മൂട്ടിയുടെ പിന്നാലെയാണ്, മോഹൻലാലിന്റെ പിന്നാലെയാണ്, കാവ്യമാധവന്റെ പിന്നാലെയാണ്, എന്തെല്ലാം ഫുട്ബോൾ താരങ്ങളുടെ പിന്നാലെയാണ്, റീൽസിന്റെ പിന്നാലെയാണ്. നമ്മുടെ മക്കളെ നല്ലത് കേൾപ്പിക്കാൻ നമുക്കും സമയം കിട്ടിയില്ല. നമ്മൾ മൊബൈലിൽ പോലും തോണ്ടുമ്പോൾ ഒരു ഖുർആൻ ആയത്ത് വന്നാൽ അത് സ്പീഡ് തോണ്ടിയിട്ട് അടുത്ത കോമഡിയിലേക്ക് പോകാനാണ് നമ്മളെപ്പോലും ഇബ്ലീസ് പ്രേരിപ്പിക്കുന്നത് എന്നതല്ലേ പച്ചസത്യം. ഇവിടെ അടുത്ത് പറയണെന്നറിയോ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. പിന്നെ പറയണെന്നറിയോ, തോന്നിവാസികളുടെ കൂടെയായിരുന്നു സഹവാസം. തോന്നിവാസികളുടെ കൂടെ സഹവസിക്കുന്ന ബാപ്പാക്കോ ഉമ്മാക്കോ അതുപോലെയുള്ള ആളുകൾക്കോ ഒരിക്കലും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ കഴിയില്ല. അവർ സ്വർഗത്തിലും പോവില്ല. ഒന്നാമതായി ഞാൻ പറഞ്ഞു, അക്കീദ ക്ലിയർ ആകണം. ഈമാൻ രണ്ട് സ്ഥലത്തും അല്ല പറഞ്ഞെന്താ, ഈമാനിൽ ബാപ്പാനെ പിന്തുടരണം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി പിന്തുടരണം. നിങ്ങൾ നോക്കൂ, ലുക്മാനിൽ ഹക്കീം നമ്മൾ എത്രയോ കേട്ടതാണ്. മോനോട് പറയണ ഇന്ന ശിർക്കല്ല ദുൽമൻ അദീം, മോനെ ശിർക്ക് ചെയ്യരുത്. മോനെ ഒരു അണുമണി തൂക്കം കാര്യം അത് ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ എവിടെ നീ കൊണ്ടുവച്ചാലും മോനെ അതൊക്കെ അല്ലാഹു പുറത്തു കൊണ്ടുവരും. മോനെ ആളുകളോട് ഒച്ചത്തിൽ സംസാരിച്ച് ബഹളമുണ്ടാക്കി അങ്ങാടിയിലെ ഒരു തെണ്ടിപ്പിള്ളേരെ പോലെ മോനെ നീ നടക്കരുത്. നീ ജനങ്ങളുടെ നേരെ കവിട് കൂട്ടിക്കളയരുത്. മോനെ നീ നമസ്കാരം നിലനിർത്തണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം എന്ന് 31-ാം അധ്യായം 13 മുതൽ ഇങ്ങോട്ട് 19 വരെയുള്ള വചനം ആർക്ക് വേണ്ടി അവതരിപ്പിച്ചതാ? നമുക്ക് വേണ്ടി അവതരിപ്പിച്ചല്ലേ. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കേണ്ടത് എൻ്റെ കുടുംബത്തെ, ഖുർആൻ പറയുന്ന ആ വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കും. നമ്മൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുന്നില്ല. സൂറത്ത് ബഖറ 108-ാമത്തെ വചനം, 208-ാമത്തെ വചനം, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുന്നില്ല. വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരുന്നു. ഇതാണ് വിഷയം. പിശാചിന്റെ കാൽപാദത്തെ പിന്തുടർന്നുകൊണ്ടുള്ള വേഷം, വിധാനം, ജീവിതം, രീതി എല്ലാം ഈ മൊബൈലൊക്കെ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ വളർന്നാലും ഒന്നും വിഷയമല്ല നമുക്ക്. പക്ഷേ നമ്മൾ നേരെയാവുക എന്നുള്ളതാണ്. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ഒറ്റ വഴിയേ ഉള്ളൂ, അറിയുക. നിങ്ങളുടെ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയം നന്നാക്കുന്നതിലൂടെയല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ. ഡെയിലി സംസാരമായതുകൊണ്ട് ക്ഷീണവുമുണ്ട്, അതുകൊണ്ട് ഇവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നു.